അറിയാം. യെസ്, എല്ലാവരും കേൾക്കാമല്ലോ, എല്ലാവരും നന്നായിട്ട് കേൾക്കാം, സ്ക്രീൻ നന്നായിട്ട് കാണാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പീഡിയാട്രിക് നഴ്സിംഗ് കണ്ടുകൊണ്ടിരുന്നത് എല്ലാവരും പീഡിയാട്രിക് നഴ്സിംഗ് കണ്ടുകൊണ്ടിരുന്നത് ആണോ പറഞ്ഞു. യെസ്, പീഡിയാട്രിക് നഴ്സിംഗ് കണ്ടുകൊണ്ടിരുന്നത്. സോ ആ പീഡിയാട്രിക് നഴ്സിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ചാപ്റ്റർ ആണ് ഹാർട്ട് ഡിസീസ്. കണ്ടുണ്ടോ ആരെങ്കിലും പീഡിയാട്രിക് നഴ്സിംഗിൽ? ഉണ്ടോ? ഉണ്ട്. അവിടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? അവിടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അവിടെ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് പീഡിയാട്രിക് നഴ്സിംഗിൽ. ഈ പറഞ്ഞ ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് ആണോ? ഈ പറഞ്ഞ ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് ആണോ? എപ്പോഴും ഒരു ചോദ്യം വരുന്ന ഭാഗങ്ങളിൽ 1, 2, 3 ചോദ്യം ഇവിടെ ചോദിക്കാറുണ്ട്. ഇൻ പീഡിയാട്രിക് നഴ്സിംഗിൽ കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് ഒരു ചാപ്റ്റർ ഉണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് 100% ഞാൻ ഈ പഠിപ്പിക്കുന്ന അവിടെ തന്നെ ചോദിക്കും, ഒരു മാറ്റമില്ല. പിന്നെ പഠിച്ചൂടെ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പീഡിയാട്രിക് നഴ്സിംഗിലുള്ള കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് ഒരു ചാപ്റ്റർ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചോ. ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ, 2, 3 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നിങ്ങൾ സ്ഥിരം കാണുന്നത് ക്വസ്റ്റ്യൻ ഏതാ? ഈ പറഞ്ഞത് പീഡിയാട്രിക് നഴ്സിംഗിൽ കൺജനറ്റൽ ഹാർട്ട് ഡിസീസിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? കണ്ടിട്ടുണ്ടാരെങ്കിലും? ടെട്രോളജി ഫെററ്റ്, വേറെ ഏതൊക്കെയുണ്ട്? ഈ പറഞ്ഞ VSD ആൻഡ് ASD ആൻഡ് PDA കുറെ ഉണ്ടല്ലോ. കണ്ടിട്ടുണ്ടാരെങ്കിലും? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാം. പീഡിയാട്രിക് നഴ്സിംഗിൽ കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാമല്ലോ. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഫസ്റ്റ് അറിയേണ്ട കാര്യം, ഈ പറഞ്ഞ കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് പ്രധാനമായിട്ട് എത്ര ടൈപ്സ് ഉണ്ട്? ആദ്യം അറിയേണ്ട കാര്യം, കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് പ്രധാനമായിട്ട് എത്ര ടൈപ്സ് ഉണ്ട്? എല്ലാവരും പറയണം. നമുക്ക് അതിനെ എത്രയും തരംതിരിക്കാൻ സാധിക്കും? രണ്ടായിട്ട് തരംതിരിക്കുക അല്ലേ? എപ്പോഴും കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് നമുക്ക് എപ്പോഴും 2ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും. ശരിയല്ലേ? അതിന്റെ പേരേതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് സൈനോട്ടിക് ഉണ്ടല്ലേ? ഫസ്റ്റ് ഏതാ? സൈനോട്ടിക് ഉണ്ട്. സെക്കൻഡ് വൺ ഏതാ? ഇറ്റ്സ് സൈനോട്ടിക് ഉണ്ടല്ലേ? ഇൻ പീഡിയാട്രിക് നഴ്സിംഗിൽ കൺജനറ്റൽ ഹാർട്ട് ഡിസീസിന്റെ ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോൾ ആദ്യം വരുന്ന 2 ടൈപ്പ് ഏതൊക്കെയാ? സൈനോട്ടിക് ഉണ്ട്, ആൻഡ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ഉണ്ടല്ലേ? ശരിയല്ലേ? ഇനി ഇതിനകത്ത് നിങ്ങൾ സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിനകത്ത് തന്നെ സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ഇതിനകത്ത് ആരെങ്കിലും? ഇതേ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ സെപ്പറേറ്റ് വേറെ പേരിൽ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതേ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ വേറെ ഏതെങ്കിലും പേരിൽ ഏതെങ്കിലും ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കമന്റ് ചെയ്തുണ്ടോ? പറയണം. ഇതേ ഈ പറഞ്ഞ സൈനോട്ടിക്കും ആൻഡ് സൈനോട്ടിക്കും ആ ഒരു പേരുകൾ സെപ്പറേറ്റ് വേറെ പേരായി കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇറ്റ്സ് ഗ്രൂപ്പ് 1 ഡിസോർഡർ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഇറ്റ്സ് ഗ്രൂപ്പ് 1 ഡിസോർഡേഴ്സ് ഉണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. പക്ഷെ ഇനി ചോദിച്ചാൽ എഴുതണം. സോ പീഡിയാട്രിക് നഴ്സിംഗിൽ അവിടെ നമ്മൾ ആരെയാണ് ഗ്രൂപ്പ് 1 ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? സൈനോട്ടിക് ഹാർട്ട് ഡിസീസിനല്ലേ? ശരിയല്ലേ? ഗ്രൂപ്പ് 1 ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആരെയാണ്? സൈനോട്ടിക്. ഗുഡ് ഈവനിങ്. താമസിക്കില്ലേ, ഇന്നതോട് നേരത്തെ പറഞ്ഞു കേട്ടോ. സൈനോട്ടിക് എന്ന് പറയുമ്പോൾ അവയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഗ്രൂപ്പ് 1 ഡിസോർഡേഴ്സ് എന്ന് പറയാം. ഇനി ഓർമ്മിക്കുക കാര്യം. സൈനോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? സൈനോട്ടിക് എന്ന് പറയുമ്പോൾ ആ ഒരു കുഞ്ഞ് സൈനോസിസ് ആവുന്നില്ല അല്ലേ? സൈനോട്ടിക് ആവുന്നില്ല അല്ലേ? ശരിയല്ലേ? സൈനോട്ടിക് ആവുന്നില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നത് ബ്ലഡ് എന്താവുന്നില്ല?
ഇപ്പൊ തന്നെ പഠിച്ചു. ഇറ്റ്സ് എ സൈനോട്ടിക് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നത് ബ്ലഡ് പറയട്ടെ. ഇറ്റ്സ് എ സൈനോട്ടിക് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടുന്ന ഡീഓക്സിനേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ? പറയണം. ഇറ്റ്സ് എ സൈനോട്ടിക് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടുന്ന ബ്ലഡ് അത് എന്താകുന്നില്ല, ഡീഓക്സിനേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ആകുന്നില്ല. യെസ്, ആവുന്നില്ലല്ലോ അവിടെ. ഇല്ല. ഇനി ഈ പറഞ്ഞ ബ്ലഡ് ഇല്ലേ, ഈ പറഞ്ഞ ബ്ലഡ് ആ കുട്ടിയുടെ ഈ പറഞ്ഞ അയോട്ടിലോട്ട് കയറിയില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അസുഖത. ഇതേ ബ്ലഡ് ആ കുട്ടിയുടെ അയോട്ടിലോട്ട് കയറിയില്ലെങ്കിൽ അവിടെ കുട്ടിക്ക് ഉണ്ടാകുന്ന അസുഖത എന്തായിരിക്കും? നിങ്ങളെല്ലാം പേര് പറയണം. പി ഡി എ അല്ലേ? അല്ലേ പി ഡി അല്ലേ? അപ്പൊ ആലോചിക്കേണ്ട കാര്യം, ഇറ്റ്സ് എ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ ആ സർക്കുലേഷനിലോട്ട് ഇറ്റ്സ് ഡിയോക്സിനേറ്റ് ബ്ലഡ് അത് പോകുന്നില്ല എന്നാണോ? ആലോചിച്ച് പറയുക. ഇറ്റ്സ് എ സൈനോട്ടിക് എന്ന് പറഞ്ഞാൽ സർക്കുലേഷനിലോട്ട് ഡിയോക്സിനേറ്റ് ബ്ലഡ് അത് പോകുന്നില്ല എന്നാണോ, അതോടെ പോകുന്നുണ്ടെന്നാണോ? ഇപ്പൊ പറഞ്ഞു പഠിച്ചോ. ഇറ്റ്സ് എ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ സർക്കുലേഷനിലോട്ട് ഇറ്റ്സ് ഡിയോക്സിനേറ്റ് ബ്ലഡ് അത് പോകുന്നില്ല എന്നാണോ, അത് പോകുന്നുണ്ടോ? സർക്കുലേഷനിലോട്ട് പറയണം. പോകുന്നില്ല. സോ ഇവിടെ വരുമ്പോൾ നമുക്ക് ഏറ്റവും എത്ര ടൈപ്സ് ഉണ്ടായിരിക്കും? ഇറ്റ്സ് എ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എത്ര ടൈപ്സ് ഉണ്ടായിരിക്കും? പറയണം. എത്ര ടൈപ്സ് ഉണ്ട് എ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്? എല്ലാരും പറയണം. 4. നാലല്ലേ? 4. സോ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം കേൾക്കാറുണ്ട്, ഈ പറഞ്ഞ കൺജനേറ്റൽ എന്ന വാക്കിന്റെ മീനിങ് എന്താ? എപ്പോഴും ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുറെ വാക്ക് കേൾക്കാറുണ്ട്. കൺജനേറ്റൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്താണ് കൺജനേറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും ഇവിടെ? പറയണം. അത് ബർത്ത് ടൈം അല്ലേ? അല്ലേ? അത് ബർത്ത് ടൈം കുട്ടിക്ക് ഹാർട്ട് എന്തോ പ്രശ്നമുണ്ടല്ലേ? അവിടെ ഒന്നുകിൽ എന്തെങ്കിലും ഈ പറഞ്ഞ ഒരു ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെൻട്രിക്കിൾസിലോ എവിടെ വേണമെങ്കിൽ പ്രശ്നം വരാറുണ്ട്. സോ അവിടെ വരുമ്പോൾ ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്ന എവിടെയാ? ഗ്രൂപ്പ് 1 ക്ലാസിഫിക്കേഷൻ എന്ന് പറയാറുണ്ട്, ഗ്രൂപ്പ് 1 ഡിസോർഡർ എന്ന് പറയാറുണ്ട്. അവിടെ വരുന്ന ടൈപ്സിന്റെ പേര് ഏതൊക്കെയാ? ഗ്രൂപ്പ് 1 ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ടൈപ്സിന്റെ പേര് ഏതൊക്കെയാ? ആർക്ക് പറയാം? പറയട്ടെ. കൺജനറ്റൽ ആയിട്ട് ഇറ്റ്സ് ഒബ്സ്ട്രക്ഷൻ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ? കൺജനറ്റൽ ആയിട്ട് ഇറ്റ്സ് ഒബ്സ്ട്രക്ഷൻ വരുന്ന അസുഖം ഏതൊക്കെയാടേ? പറയണേ. ആലോചിച്ച് പറയാ. എല്ലാരും പറയാ. അയോട്ടിക് സ്റ്റീനോസിസ് ഉണ്ടോ? ആദ്യം പറയേണ്ട കാര്യം പറയണം. അയോട്ടിക് സ്റ്റീനോസിസ് ഉണ്ടോ? ഉണ്ട്. അന്ത കൊയാട്ടേഷൻ ഓഫ് അയോട്ട ഉണ്ടോ? എല്ലാരും പറയണം. ഉണ്ട്. അയോട്ടിക് സ്റ്റീനോസിസ് എന്തായിരിക്കും? എല്ലാത്തിനും ഫസ്റ്റ് ഓറിയന്റേഷൻ പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് ഓറിയന്റേഷൻ പറഞ്ഞിരുന്നത് അറിയണം. അയോട്ടിക് സ്റ്റീനോസിസ് പറഞ്ഞ എന്താ? പറയണം. എല്ലാരും പറയണം. അയോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അയോട്ട അങ്ങ് ചുരുങ്ങി പോകുന്നതാണോ?
അയോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ അയോട്ട് അങ്ങ് ചുരുങ്ങി പോവുന്നതാണോടെ? ആണോടെ? ആണല്ലേ? ആണ്. ഈ പറഞ്ഞ അയോട്ട് അങ്ങ് ചുരുങ്ങി പോവും. അപ്പൊ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബ്ലഡ് എല്ലാം എവിടെ കിടക്കും? വെൻട്രിക്കിളിൽ വന്ന് പൂളി കിടക്കോ? ഈ പറഞ്ഞ ബ്ലഡ് എല്ലാം വന്ന് അത് ഈ പറഞ്ഞ വെൻട്രിക്കിൾ വന്ന് ദാറ്റ് പൂളി കിടക്കോടെ? പൂളി കിടക്കോ ഇല്ല? കിടക്കോ അല്ലേ? ആ യെസ് യെസ്. ഈ പറഞ്ഞ അയോട്ടയുടെ സൈസ് കുറഞ്ഞ വന്നൂടെ സ്റ്റീനോസ് ഒന്നുകൂടെ? ഈ പറഞ്ഞ അയോട്ടയുടെ സൈസ് കുറഞ്ഞാൽ സ്റ്റീനോസിസ് വന്നൂടെ? 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 വരാം. ദ പൾമോണി സ്റ്റീനോസിസ് കാരണം വരാമോ? ഞാൻ നിങ്ങളുടെ എല്ലാം ഫസ്റ്റ് ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാം ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. ഇവർ എക്സാമിന് വരുന്ന ചോദ്യങ്ങളെല്ലാമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അല്ലാതെ വെറുതെ കയറി പഠിപ്പിക്കുന്നില്ല. കാണുന്നുണ്ടോ? ഞാൻ വെറുതെ കയറി ഒന്നും പഠിപ്പിക്കുന്നില്ല. ആദ്യം ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ദ പൾമോണി സ്റ്റീനോസിസ് കാരണം വരാമോ? 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 അങ്ങനെ വരുന്നത് ദ പൾമോണി സ്റ്റീനോസ് എപ്പോഴും ഇങ്ങനെ വരുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ഈ പറഞ്ഞ ബ്ലഡ് വരാതിരിക്കുമ്പോഴാണോ? പറയണം. ദ പൾമോണി സ്റ്റീനോസിസ് വരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് വരാതിരിക്കുമ്പോഴാണോ ഈ പറഞ്ഞ പൾമോണി സ്റ്റീനോസ് വരുന്നത്? ആലോചിച്ച് പറയുക. ആലോചിച്ച് പറയുക. ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ഈ പറഞ്ഞ ബ്ലഡ് വരാതിരിക്കുമ്പോഴാണോ പൾമോണിക് സ്റ്റീനോസിസ് ഉണ്ടാവുന്നത്? ആണ് ആണ് ആണ്. സോ ഈ പറഞ്ഞ അയോട്ടിക് സ്റ്റീനോസിസും ആൻഡ് ദ പൾമോണി സ്റ്റീനോസിസും ആൻഡ് ദ കൊയാട്ടേഷൻ ഓഫ് അയോട്ട എല്ലാം വരുന്നത് സൈനോട്ടിക് ആണോ ഓർ എ സൈനോട്ടിക് ആണോ? അതാണ് ചോദ്യം. ഇതെല്ലാം വരുന്ന ഏത് ടൈപ്പാ? ഇതെല്ലാം വരുന്ന ടൈപ്പ് ഏതാ? ഞാൻ ഇത്രയും സമയം പറഞ്ഞ ഫസ്റ്റ് 3 കിടന്ന് എവിടെയാറേ? എ സൈനോട്ടിക്. കാര്യം പിടികിട്ടിയോ? കാര്യം പിടികിട്ടിയോ? എല്ലാവർക്കും കാര്യം പിടികിട്ടിയോ? യെസ്. ഇത്രയും ക്ലിയർ എവിടെ പറയല്ലോ? ഇത്രയും പിടികിട്ടിയോ? ഇത്രയും പിടികിട്ടിയോ? യെസ്. പിന്നെ വേറെ ടൈപ്പ് ഏതെങ്കിലും ഉണ്ടോ? പിന്നെ വേറെ ടൈപ്പ് ഏതെങ്കിലും ഉണ്ടോ? പറഞ്ഞു എല്ലാരും പറഞ്ഞേ. പിന്നെ വേറെ ടൈപ്സ് ഏതെങ്കിലും ഉണ്ടോ? ആർക്ക് പറയാം? വേറെ ടൈപ്സ് ഏതെങ്കിലും ഉണ്ടോ? വേറെ ടൈപ്സ് ഏതെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ വെൻട്രിക്കിളിലെ ബ്ലഡിന് ഒരു ഒബ്സ്ട്രക്ഷൻ വന്ന വരാവോ? ഈ പറഞ്ഞ വെൻട്രിക്കിളിലെ ബ്ലഡിന് ഒരു ഒബ്സ്ട്രക്ഷൻ വരാൻ സംഭവിക്കുക അവിടെ? പറയണം. വെൻട്രിക്കിളിലെ ബ്ലഡിന് ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നു. ആ സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് ബ്ലഡ് ഒന്നും പോകുന്നില്ല. അപ്പൊ വരാമോ? വരാമോ? അവിടെ വരുന്ന കണ്ടീഷൻ ഏതായിരിക്കും? അവിടെ വരുന്ന കണ്ടീഷൻ ഏതായിരിക്കും? ആർക്ക് പറയാം? എല്ലാരും പറയണം. എല്ലാരും പറയണം. ഇത് വി എസ് ഡി ആണോ? ഇത് വി എസ് ഡി ആണോ? വി എസ് ഡി ആണോ? എല്ലാരും പറയണം. ഇത് വി എസ് ഡി ആണോ? അതോ റൈറ്റ് വെൻട്രൽ ഹൈപ്പർട്രോഫി ആണോ? എല്ലാം പറയണം. ആണ്. ഈ അടുത്ത ചോദ്യം ഞാൻ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു കുട്ടിയുണ്ട്. ആ ഒരു കുട്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നല്ല പ്രഷർ കൂടി. ഇൻ ദ ലെഫ്റ്റ് സൈഡിൽ നല്ല പ്രഷർ കൂടുകയാണ്. ആ പ്രഷർ കൂടി എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ബ്ലഡ് ഇൻ ദ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടും ആൻഡ് റൈറ്റ് ഏട്രിയത്തിലോട്ടും ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിലോട്ടും പോയി ഈ പറഞ്ഞ പൾമറി ആർട്ടറിയിൽ ഒരു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കിയ കണ്ടീഷൻ ഏതാ? സ്ഥിരം കേരള പീസ് ചോദ്യമാണ്. കുട്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ പ്രഷർ കൂടി ഇൻ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോയി ഈ പറഞ്ഞ ബ്ലഡ് പോയി ആൻഡ് റൈറ്റ് ഏട്രിയത്തിലോട്ട് പോയി റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോയി പൾമറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ വന്നാൽ കണ്ടീഷൻ എന്താ? ചോദ്യമായിരുന്നു. ആർക്ക് പറയാം? ആർക്ക് പറയാം?
ഇത് ASD ആണോ ഓർ VSD ആണോ? ഈ കുട്ടിയുടെ ദ ലെഫ്റ്റ് സൈഡിൽ ദ പ്രഷർ കൂടി കൂടി ഈ പറഞ്ഞ എന്താണ്, ഈ പറഞ്ഞ ഫൊറാനോ ഒന്നും ഇത് ക്ലോസ് ആകാതെ തന്നെ ഇത് ലെഫ്റ്റ് ഏട്രിയം and the right atrium and the right ventricle and the pulmonary artery hypertension വന്ന കണ്ടീഷൻ ഏതാ? കണ്ടീഷൻ ഏതാ? ASD അല്ലേ? ASD അല്ലേ? ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും കേരള PC കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ചോദിച്ച ചോദ്യമായിരുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരെ എത്തിയോ? സ്റ്റാർട്ട് ചെയ്യാമല്ലോ. പറഞ്ഞു എല്ലാരും പറഞ്ഞു. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ടൈപ്പെല്ലാം പറഞ്ഞു. ഇനി ഈ പറഞ്ഞ ദ ഗ്രൂപ്പ് 2 വരുന്ന ഡിസോർഡർ ഏതൊക്കെയാ? ഇനി ഈ പറഞ്ഞ ദ ഗ്രൂപ്പ് 2 വരുന്ന ഡിസോർഡർ ഏതൊക്കെയാ? ഫസ്റ്റ് എല്ലാ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ഇനി ഈ പറഞ്ഞ ദ ഗ്രൂപ്പ് 2 വരുന്ന ഡിസോർഡർ ഏതൊക്കെയാ? സൈനോട്ടിക്കിൽ വരുന്ന ഡിസോർഡർ ഏതൊക്കെയാ? സൈനോട്ടിക്കിൽ വരുന്ന ഡിസോർഡർ ഏതൊക്കെയാണ്? എല്ലാരും പറഞ്ഞേ. ദ ട്രാൻസ്പോസിഷൻ ഓഫ് ദ ഗ്രേറ്റ് ആർട്ടറീസ് ഉണ്ടോ? ആൻഡ് ദ ടെട്രോളജി ഓഫ് ഫാറ്റ് ഉണ്ടോ? ഉണ്ട്. ഇവയെല്ലാം ഉണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നത് ദ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് അത് എങ്ങനെ സംഭവിക്കുന്നത്? ആർക്ക് പറയാം? ദ മിക്സിംഗ് ഓഫ് ദ ബ്ലഡ് ആണോ? സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് സംഭവിക്കുന്നത് ദ മിക്സിംഗ് ഓഫ് ദ ബ്ലഡ് ആണോ? സാധാരണയായിട്ട് ഈ പറഞ്ഞ ബ്ലഡിന്റെ മിക്സിങ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? എല്ലാരും പറഞ്ഞേ. അവിടെ എന്ത് നടക്കണം? റൈറ്റ് ടു ലെഫ്റ്റ് എന്ത് വേണം? ഷണ്ട് വേണം. അവിടെ വേണോ? സാധാരണയായിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് എന്ത് വേണം? ഷണ്ട് വേണ്ടേ? വേണ്ടേ? ആ ഷണ്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പറയണം. ആ ഷണ്ട് ഇല്ലെങ്കിൽ സംഭവിക്കും. എന്ത് സംഭവിക്കും? ഒരു ഒബ്സ്ട്രക്ഷൻ സംഭവിക്കും. വരും. ആൻഡ് ദ ബ്ലഡ് മിക്സിംഗ് വരും. വരും. സോ അവിടെ വരുന്ന ഫസ്റ്റ് ടൈപ്പ് ഏതായിരിക്കും? ടെട്രോളജി ഓഫ് ഫാലറ്റ് ഉണ്ട്. ആൻഡ് ദ ട്രാൻസ്പോസിഷൻ ഓഫ് ദ ഗ്രേറ്റ് ആർട്ടറീസ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ? ട്രൈക്കസ്പിഡ് അട്രീഷ്യ എന്ന് പേരിട്ടുണ്ടോ ആരെങ്കിലും? ട്രൈക്കസ്പിഡ് അട്രീഷ്യ കേട്ടിട്ടുണ്ട്. ഇത്രയുമാണ് എന്താണ് സൈനോട്ടിക് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇത് കൃത്യമായി ഫസ്റ്റ് അറിയേണ്ട കാര്യം ഏതൊക്കെയാണ് സൈനോട്ടിക് എന്നും ഏതൊക്കെയാണ് സൈനോട്ടിക് എന്നും ഫസ്റ്റ് അറിയേണ്ട കാര്യം അതല്ലേ? ദ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ഏതൊക്കെയാണ്? സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ഏതൊക്കെയാണ്? സോ ചോദ്യം ഇതാണ്, ദ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട് ഏത് ടൈപ്പാ? ഞാൻ ഫസ്റ്റേ ചോദിക്കുന്ന ചോദ്യമാണ്. ദ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട് അത് ഏത് ടൈപ്പാണ്? സൈനോട്ടിക് ആണോ ഏസൈനോട്ടിക് ആണോ? പറയണം. ഏസൈനോട്ടിക് അല്ലേ? ആണ്. ആൻഡ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് സൈനോട്ടിക് ആണോ ഏസൈനോട്ടിക് ആണോ? ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് സൈനോട്ടിക് ആണോ ഏസൈനോട്ടിക് ആണോ? ഏട്രിയൽ. ആൻഡ് ദ PDA, ദ പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് സൈനോട്ടിക് ആണോ ഏസൈനോട്ടിക് ആണോ? ഏസൈനോട്ടിക്. ആൻഡ് ദ ടെട്രോളജി ഓഫ് ഫാലറ്റ് സൈനോട്ടിക് ആണോ ഏസൈനോട്ടിക് ആണോ? സൈനോട്ടിക്. ആൻഡ് ദ ട്രാൻസ്പോസിഷൻ ഓഫ് ദ ഗ്രേറ്റ് ആർട്ടറീസ് സൈനോട്ടിക് ആണോ ഏസൈനോട്ടിക് ആണോ? സൈനോട്ടിക്. എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞത് എല്ലാവരും ക്ലാസിഫിക്കേഷൻ കിട്ടിയോ? ഇനി ഓർമ്മ വേണമല്ലോ ഈ സൈനോട്ടിക് ഏതാണ് ആൻഡ് ഏസൈനോട്ടിക് ഏതാണ്? നമ്മൾ എന്ത് പഠിച്ചാലും ആദ്യം കുറച്ച് എന്താണ് കുറച്ച് ക്ഷമ വേണ്ടേ? ഞാൻ ഇത്രയും പറഞ്ഞപ്പോ
ഇതാണോ എനിക്ക് അറിയാമാണ് എന്ന് തോന്നിയായിരുന്നു. ഈ സൈനോട്ടിക് അത് സൈനോട്ടിക് ഏത് ചോദിച്ചപ്പോ ഇത് പിന്നെ പഠിക്കാം, അറിയാവുന്ന കാര്യമാണ് തോന്നി ആർക്കെങ്കിലും? സത്യം പറയണം, ഞാൻ കുറെ കേട്ടിട്ടുള്ള കാര്യമല്ലേ, അറിയാം എന്ന് പറഞ്ഞ് തോന്നിയായിരുന്നു? സത്യം പറയണം, അറിയായിരുന്നു, ഇതിന് പിന്നെ പഠിക്കാം. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ എന്താ സൈനോട്ടിക്കിന്റെയും ആൻഡ് എ സൈനോട്ടിക്കിന്റെയും രണ്ട് ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയല്ലോ. ഇനി ചോദ്യം ചോദിച്ചാൽ എഴുതണം, ഈ പറഞ്ഞ ടൈപ്സ് വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എഴുതുമല്ലോ. ഇത് VSD എവിടെയെന്നും ആൻഡ് ASD എവിടെന്നും ആൻഡ് ടെട്രോളജി ഫാറ്റ് എവിടെന്നും ആൻഡ് ട്രാൻസ്പൊസിഷൻ ഓഫ് ദ ഗ്രേറ്റ് ആർട്ടറീസ് വരുന്ന ടൈപ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊണ്ട് ഇനി എഴുതാൻ പറ്റും. നമുക്ക് ഇനി ഈ ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലോട്ട് പോവുകയാണ്. ഇസ് ASD, ഇസ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട്. സൈനോട്ടിക് ആണോ ഏസനോട്ടിക് ആണോ? പറയണേ, ഇപ്പൊ പറയണേ. സൈനോട്ടിക് ആണോ ഏസനോട്ടിക് ആണോ? ഏസനോട്ടിക്. സോ നോക്കാം എന്താ ഇറ്റ്സ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പിക്ചർ നോക്കിയേ, ഇത് പിക്ചർ നോക്കിയേ. ASD എന്ന് പറഞ്ഞ എന്താ? ASD എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടോ ഇല്ലയോ, അതാണ് ഫസ്റ്റ് അറിയേണ്ട കാര്യം. ASD എന്ന് പറയുമ്പോൾ അവിടെ ഇൻ ഏട്രിയൽ വാളിൽ ഒരു ഓപ്പൺ ഉണ്ടായിരിക്കും. അവിടെ പറയണം, ASD എന്ന് പറയുമ്പോൾ നമ്മുടെ ഏട്രിയൽ വാളിൽ ഒരു ഓപ്പണിംഗ് വരുന്നതിനെ വിളിക്കുന്ന കണ്ടീഷൻ അല്ലേ? അല്ലേ, ശരിയല്ലേ? ഇതിന്റെ ഏട്രിയൽ വാളിൽ ഒരു ഓപ്പണിംഗ് വരുന്ന അസുഖത്തിനെ വിളിക്കുന്ന പേരെന്താ? ഇതിന്റെ ഏട്രിയൽ വാളിൽ ഒരു ചെറിയ ഓപ്പണിംഗ് വരുന്ന അസുഖത്തെ വിളിക്കുന്ന പേരല്ലേ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് എന്ന്? ആണോടെ? ആണോടെ? പറയണം. എല്ലാരും പറയണം. ആ വരുന്ന ഓപ്പണിംഗ് അത് നോർമൽ ഓപ്പണിംഗ് ആണോ അബ്നോർമൽ ഓപ്പണിംഗ് ആണോ? ആ വരുന്ന ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇത് നോർമൽ ഓപ്പണിംഗ് ആണോ അബ്നോർമൽ ഓപ്പണിംഗ് ആണോ? അബ്നോർമൽ അല്ലേ? അബ്നോർമൽ അല്ലേ? സോ ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ ഇൻ ദ ഇൻട്രാ ഏട്രിയൽ സെപ്റ്റത്തിൽ, ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ ഇൻട്രാ ഏട്രിയൽ സെപ്റ്റത്തിൽ ഒരു ഓപ്പണിംഗ് വരുന്നു. ശരിയല്ലേ? ശരിയല്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ദ ഷണ്ട് ഫോം ചെയ്യുന്നുണ്ടോ? ലെഫ്റ്റ് ടു റൈറ്റ് ദ ഷണ്ട് ഫോം ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഫോം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരല്ലേ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് എന്ന് പറയുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ആണ് ആണ് ആണ്. ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് ഇൻട്രാ ഏട്രിയൽ സെപ്റ്റത്തിൽ ചെറിയൊരു ഓപ്പണിംഗ് വരുന്നു. ആ ഓപ്പണിംഗ് എങ്ങോട്ട്? ദ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടായി മാറുന്നു. ആ ഒരു കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? എല്ലാവരും ഇത്രയും ക്ലിയർ? എല്ലാവരും പറയണം. ഇപ്പൊ ഇതിനകത്തുള്ള എല്ലാവരും പറയണം. ഇത്രയും ഓർമ്മിക്കുക. ഫസ്റ്റ് ഏട്രിയൽ സെപ്റ്റൽ ഒരു ഓപ്പണിംഗ് വീഴുന്നു, അത് ദ ലെഫ്റ്റ് ടു റൈറ്റ് ദ ഷണ്ട് ഫോം ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ASD എന്ന് പറയുമ്പോൾ. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇവ എത്ര സ്ഥലത്ത് വരാം? ഇവ എത്ര സ്ഥലത്ത് വരാം? ഇതിന്റെ ഈ പറഞ്ഞ ഏട്രിയത്തിന്റെ സെപ്റ്റത്തിൽ തന്നെ ഇവൻ എത്ര സ്ഥലത്ത് വരാം? ഇതിന്റെ ഏട്രിയത്തിന്റെ സെപ്റ്റത്തിൽ തന്നെ ഇവൻ എത്ര സ്ഥലങ്ങൾ ഈ ഒരു ടൈപ്പ് വരാം? 3 ഏരിയയിൽ വന്നൂടെ? 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 വരാമായിരുന്നു. പറഞ്ഞല്ലേ? വന്നൂടെ? ഇപ്പൊ പിക്ചർ കാണാമോ? പിക്ചർ കാണാമോ? പിക്ചർ കാണാമല്ലോ. കാണാമോ? യെസ്, കാണാം. ആർക്കെങ്കിലും ഇതിന്റെ ടൈപ്സിന്റെ പേരറിയാമോ? ചോദ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് എപ്പോഴും ഇത് പഠിക്കാതെ പോകുന്ന കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ഇവ പഠിക്കാതെ പോകുന്ന കുറച്ച് പേരുണ്ട്. ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിന്റെ ടൈപ്സിന്റെ പേര് എപ്പോഴും പഠിക്കാതെ പോയ പേരുണ്ട്. ഞാൻ പേര് പറഞ്ഞ നമുക്ക് ഓർമ്മ വരും. ഓസ്റ്റിയം പ്രൈമം എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ ഓസ്റ്റിയം പ്രൈമം ആൻഡ് ഓസ്റ്റിയം സെക്കൻഡ്രം എന്ന് കേട്ടിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. പക്ഷെ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് പഠിക്കാതെ പോകുന്ന പേരല്ലേ? ആലോചിച്ചോട്ടെ, ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഓസ്റ്റിയം പ്രൈമം, ഓസ്റ്റിയം സെക്കൻഡ്രം, സൈനസ് വീനസ് ഡിഫക്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഇത് ചോദിക്കൂല എന്ന് മനസ്സിൽ കരുതി പോകാറുണ്ട്. സോ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാം.
ഈ പറഞ്ഞ ഞാൻ ASD ടൈപ്സ് നോക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനിയുള്ള കാലത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പറയാണ്. ഞാൻ പല കാര്യങ്ങൾ നിർത്തി പറഞ്ഞു തരികയാണ്. സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നീ കുറച്ചുകൂടെ ഡെപ്തിൽ ഈ പറഞ്ഞ ASD എന്നറിയണോ? ആർക്കെങ്കിലും ഈ കുറച്ചുകൂടെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ പറഞ്ഞു തരണോ? ആർക്കെങ്കിലും ASD എന്ന് പറയും പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഇത് ചെറുതായിട്ട് പറഞ്ഞേട്ടെ. ആലോചിച്ച് നോക്കുക. ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് എന്ന് പറയുമ്പോൾ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവം എന്താ? അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ചെറിയ ഓപ്പണിംഗ് വരുന്നു അല്ലേ? ചെറിയ ഓപ്പണിംഗ് വരും അല്ലേ? അത് എവിടെയാ വരുന്നത്? ആ ഒരു ചെറിയ ഓപ്പണിംഗ് വരുന്ന സ്ഥലം എവിടെയാ? ഇറ്റ്സ് ഇൻട്രാ ഏട്രിയൽ സെപ്റ്റം അല്ലേ? ഇറ്റ്സ് ഇൻട്രാ ഏട്രിയൽ സെപ്റ്റത്തിലല്ലേ? അല്ലേ? അങ്ങനെ വരുന്നു. ആ ഒരു ചെറിയ ഓപ്പണിംഗ് വരുന്നു. അതെന്ത് ലീഡ് ചെയ്യും? അത് എന്തിനോട് ലീഡ് ചെയ്യും? ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ഫോം ചെയ്യോടെ. അത് ഫോം ചെയ്യും. ആ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും? ആ പറഞ്ഞ ബ്ലഡ് ഈ പറഞ്ഞ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതാണോ? ആലോചിച്ച് പറയുക. ആ കുട്ടിയുടെ ബ്ലഡ് റൈറ്റ് സൈഡിൽ നിന്നും ടു ദ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന പേരാണോ? ആണോ അല്ലയോ? ആണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അത് വരാൻ കാരണം എന്താ? ഈ പറഞ്ഞ ലെഫ്റ്റ് ടു റൈറ്റ് പോകാൻ കാരണം എന്താ? ദർ ഇസ് എ പ്രഷർ ഡിഫറൻസ് കൊണ്ടാണോ? ഈ പറഞ്ഞ ഇറ്റ്സ് ബ്ലഡിന്റെ പ്രഷർ ഡിഫറൻസ് കൊണ്ടാണോ? അപ്പൊ പറയണം സാധാരണയായിട്ട് ഏറ്റവും നോർമലായിട്ട് റൈറ്റ് സൈഡിലാണോ കൂടുതൽ ലെഫ്റ്റ് സൈഡിലാണോ പ്രഷർ കൂടുതൽ? നോർമലായിട്ട് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണ് പ്രഷർ? ലെഫ്റ്റ് സൈഡിലല്ലേ? എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് പ്രഷർ കൂടുതൽ. എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് പ്രഷർ കൂടുതൽ. അതുകൊണ്ട് തന്നെ സെപ്റ്റത്തിൽ ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആലോചിച്ച് നോക്കിയേ. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ബ്ലഡ് പെട്ടെന്ന് പോവും. അതോടെ പോയി പൂള് ചെയ്യടക്കും. ശരിയല്ലേ? സോ ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താ? ASD. സിമ്പിളായി പിടി കിട്ടിയോ? ആലോചിച്ച് നോക്കിയേ. സാധാരണയായിട്ട് ഈ പറഞ്ഞ ബ്ലഡ് പോകേണ്ടത് എവിടെന്നാ? ഇൻട്രായേട്രൽ സെപ്റ്റം വഴി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകണം. പക്ഷേ ഇവിടെ എന്താ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ആ ബ്ലഡ് സെപ്റ്റം വഴി നേരെ പോകില്ലോ? ലെഫ്റ്റ് ടു റൈറ്റ് പോകില്ലോ? പോകും. സോ ആ ഒരു ടൈപ്പിന് വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഈസ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് എന്ന് കേട്ട ഇനി ഓർമ്മ വരോ? ഇതുപോലെ പഠിപ്പിച്ചാൽ മതിയോ? അതോ ഇതിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? ഇത്ര നീട്ടി പറയാണ്. ഇതുപോലെ മതിയോ? അതോ അതിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? ഇതുപോലെ മതിയോ? അതിന്റെ എന്താണ്? ഇതുപോലെ മതിയല്ലോ. എല്ലാവർക്കും ഇതിലെ ആവശ്യം. നിങ്ങൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരാൻ കാരണം ഇതാണ് ആവശ്യം. നിങ്ങൾ എല്ലാവരും ഇത് ചൂസ് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് എല്ലാം ആവശ്യം വളരെ ഇൻഡെപ്ത് ആയിട്ട് പറയുന്ന ആവശ്യം. അല്ലാതെ കുറെ ഇംഗ്ലീഷ് കാര്യം ചെറുപറ വായിച്ചു പോകാൻ നിങ്ങൾ എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല. എന്നാൽ സത്യസന്ധമായ ഉത്തരം ശരിയല്ലേ? എങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പല കാര്യം വലിച്ചു നീട്ടി പറഞ്ഞു തരുന്നത്. സോ നോക്കാം. ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് പ്രധാനപ്പെട്ട ടോട്ടൽ there are 3 types of atrial septal defect ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് ആണ് ഓസ്റ്റിയം പ്രൈമം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ ഓസ്റ്റിയം പ്രൈമം എന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. ASD 1 എന്ന് കേട്ടിട്ടുണ്ടോ? ഓസ്റ്റിയം പ്രൈമം എന്ന് പറയുമ്പോൾ നമ്മൾ അവനെ ഒരു ഷോർട്ട് ഫോമിൽ വിളിക്കും ASD ടൈപ്പ് 1 എന്നല്ലേ? ആരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏതെങ്കിലും എയിംസ് എക്സാം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ എയിംസ് എക്സാംസ് കണ്ടിട്ടുണ്ടോ? ഏറ്റവും ഷോർട്ട് ഫോം കൊടുക്കും ASD 1. കണ്ടിട്ടുണ്ടോ?
ഉണ്ട് ഉണ്ട്. എന്ത് സംഭവം എന്താ? ഏട്രൽ സെപ്റ്റൽ ഡിഫക്ട്, ഫസ്റ്റ് ഏട്രൽ സെപ്റ്റൽ ഡിഫക്ട് അല്ലേ? അവയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഓസ്റ്റിയം പ്രൈമം എന്നുകൂടെ വിളിക്കാറുണ്ട്. എന്താ സംഭവം? ഈ സംഭവം എന്തായിരിക്കും ഇവിടെ? ഏത് സംഭവം? സംഭവം എന്തായിരിക്കും? ആർക്ക് പറയാം? ദ പീഡിയാട്രിക് ഹാർട്ടിന്റെ ഫസ്റ്റ് ഓപ്പണിംഗ് വിളിക്കുന്ന പേരെന്തായിരിക്കും? ആർക്ക് പറയാം? ആരെങ്കിലും ദ ഫോസ ഒവാലിസ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഫോസ ഒവാലിസ്, ഫോസ ഒവാലിസ്, ഫോസ ഒവാലിസ്? ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ ഇത്? കേരള PC പ്രീവിയസ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഉണ്ട്, കേരള PC പ്രീവിയസ് ചോദ്യമായിരുന്നു. ആ ഫോസ ഒവാലിസ്, ഫോസ ഒവാലിസ് അല്ലേ? ശരി ശരിയല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. സോ ആ പറഞ്ഞ ദ ഫോസ ഒവാലിസിലെ, ആ പറഞ്ഞ ദ ഫോസ ഒവാലിസിന്റെ അവിടെ എവിടെയായിരിക്കും ഓപ്പണിംഗ് വരുന്നത്? ആ ഫോസ ഒവാലിസിന്റെ ഈ പറഞ്ഞ സ്ഥലം എവിടെ ആയിരിക്കും? അറ്റ് ദ ലോവർ എൻഡിൽ ഒരു ഓപ്പണിംഗ് വന്നാൽ വിളിക്കുന്ന പേരെന്താ? ചോദ്യം ഉണ്ടായിരുന്നു. ഫോസ ഒവാലിസിന്റെ അറ്റ് ദ ലോവർ എൻഡിൽ ഒരു ഓപ്പണിംഗ് വന്നാൽ ആ ടൈപ്പിനെ വിളിക്കുന്ന പേര് ഓസ്റ്റിയം പ്രൈമം. ഓസ്റ്റിയം പ്രൈമം എന്ന് ഓർമ്മിക്കുക. ഓർമ്മിച്ചാൽ മതി. അറ്റ് ദ ഫീറ്റൽ ബെർത്ത് സർക്കുലേഷൻ, ഫീറ്റൽ ബെർത്ത് സർക്കുലേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഈ പറഞ്ഞ ഓപ്പണിംഗ് വിളിക്കുന്ന പേരെന്താ? ഫസ്റ്റ് അത് പറഞ്ഞുതരാം. ദ ഫീറ്റൽ ദ ബെർത്ത് സർക്കുലേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് അല്ലേ ഫോസ ഒവാലിസ് എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കിയേ. ദ ഫീറ്റൽ ദ ബെർത്ത് സർക്കുലേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് അല്ലേ ഫോസ ഒവാലിസ് എന്ന് പറയുന്നത്? ആണോ അല്ലയോ? ആണോ അല്ലയോ? ദ ഫീറ്റൽ ദ ബെർത്ത് സർക്കുലേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഓപ്പണിംഗ് അല്ലേ ഫോസ ഒവാലിസ് എന്ന് പറയുന്നത്? ഇല്ല, എല്ലാരും പറയും. ഇപ്പൊ തന്നെ പറയും. യെസ് ഓർണോ? ആണ്, ആണ്, അതാണ്. ആ പറഞ്ഞ അതേ ഫോസ ഒവാലിസിന്റെ, ആ ഫോസ ഒവാലിസിന്റെ ഏറ്റവും താഴെ ഒരു ഓപ്പണിംഗ് വരുന്നു. ഇറ്റ്സ് അബ്നോർമൽ ആയിട്ട് അതേ ഫോസ ഒവാലിസിന് താഴ്ഭാഗത്തോട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടായാൽ ആ ടൈപ്പിനെ വിളിക്കുന്ന പേരെന്താ? ഓസ്റ്റിയം പ്രൈമം എന്ന് വിളിക്കാം. ഇസ് എ ക്ലിയർ? ഇസ് എ ക്ലിയർ? നമ്മൾ ഈ പറഞ്ഞ ഹാർട്ട് ഡിറ്റക്ട് ചെയ്ത് നോക്കുമ്പോഴേ ഈ പറഞ്ഞ ഫോസ ഒവാലിസിന്റെ താഴെയായിട്ട് ആ താഴ്ഭാഗമായിട്ട് വരുന്ന ഭാഗമായിരിക്കും ഇസ് ഓസ്റ്റിയം പ്രൈമം അല്ലെങ്കിൽ ഇസ് ASD1 എന്ന് പറയുന്നത്. ഇതാരും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആരും എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഓസ്റ്റിയം പ്രൈമം കേട്ടിട്ടുണ്ട് ഇതുവരെയായിട്ട്? ഇതുവരെയായിട്ട് നിങ്ങൾ കോളേജിൽ പഠിച്ചു, അല്ലാതെ ഈ പറഞ്ഞ വർക്ക് ചെയ്യാൻ പോയി, അവിടെയൊന്നും ഈ ഒരു പേര് ഇതിൽ കേട്ടിട്ടില്ല. ഇല്ല. യെസ്. അപ്പൊ ഇത് ഇങ്ങനെ കൂടെ ഓർമ്മിക്കുക. ഇതെപ്പോഴും ദ ഫോസ ഒവാലിസിന്റെ ഏറ്റവും ഈ പറഞ്ഞ ഏറ്റവും ദ ലോവസ്റ്റ് പോർഷനിലാണ് എപ്പോഴും എന്ത് വരുന്നത്? ഓസ്റ്റിയം പ്രൈം വരുന്നത് കേട്ടോ. ഈ പറഞ്ഞ ഫോസ ഒവാലിസ് ഇല്ലേ, ദ ഫോസ ഒവാലിസിന്റെ ഏറ്റവും ദ ലോവസ്റ്റ് പോർഷനിലാണ് ആര് വരുന്നത്? ഓസ്റ്റിയം പ്രൈമം വരുന്നത്, അല്ലെങ്കിൽ ASD ഫസ്റ്റ് ടൈപ്പ് അത് വരുന്നത്. ഫസ്റ്റ് ടൈപ്പ് കിട്ടിയോ? ഫസ്റ്റ് ടൈപ്പ് കിട്ടിയോ? ഫസ്റ്റ് ടൈപ്പ് കിട്ടിയോ? യെസ്. ഇനി ദ സെക്കൻഡ് വൺ ഇസ്, ദ സെക്കൻഡ് വൺ ആണ് എപ്പോഴും ദ മോസ്റ്റ് കോമൺ ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ദ സെക്കൻഡ് വൺ ആണ് എപ്പോഴും ദ മോസ്റ്റ് കോമൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇസ് ഓസ്റ്റിയം സെക്കൻഡ്രം. സെക്കൻഡ് ടൈപ്പ് ആണ് എപ്പോഴും ദ മോസ്റ്റ് കോമൺ ടൈപ്പ് എന്ന് പറയുന്നത്. അവന്റെ പേരെന്താ? ഇസ് ഓസ്റ്റിയം സെക്കൻഡ്രം അല്ലെങ്കിൽ ASD2 അല്ലേ? അല്ലേ? ചോദ്യം ഉണ്ടായിരുന്നു, ഇത് ഏതോ ഒരു എക്സാമിൽ ചോദിച്ച ചോദ്യമായിരുന്നു. ഈ പറഞ്ഞ ഓസ്റ്റിയം സെക്കൻഡ്രത്തിന്റെ മറ്റൊരു പേരെന്താ? ഏതോ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു. ഈ പറഞ്ഞ ഓസ്റ്റിയം സെക്കൻഡ്രത്തിന്റെ മറ്റൊരു പേര് ASD1 ആണോ, ASD2 ആണോ, ASD3 ആണോ, അല്ലെങ്കിൽ 4 ആണോ? ഏതാ? ആരെയും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അല്ലേ? ടു ആണല്ലേ? ഓസ്റ്റിയം സെക്കൻഡ്രം എന്ന് പറയുമ്പോൾ ASD2 ഏട്രൽ സെപ്റ്റൽ ഡിഫക്റ്റിന്റെ സെക്കൻഡ് ടൈപ്പ് ആണ്. ഇവിടെ എവിടെയായിരിക്കും ഓപ്പണിംഗ് വരുന്നത്? സിമ്പിൾ, പഠിക്കുക എളുപ്പമാണ്. ഇവിടെ എവിടെയായിരിക്കും ഒരു ഓപ്പണിംഗ് ഉണ്ടാവുന്നത്?
ആ സെപ്റ്റത്തിന്റെ താഴെയാണോ, മുകളിലാണോ, സെന്ററിലാണോ? ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ആ ഒരു സെപ്റ്റത്തിന്റെ താഴെയാണോ, ഓർ സെന്ററിലാണോ, ഓർ മുകളിലാണോ? മിഡിൽ, സെന്റർ ഓഫ് ദ സെപ്റ്റം. സെപ്റ്റത്തിന്റെ സെൻട്രൽ വരുന്ന ഒരു ഓപ്പണിംഗ് ആയാൽ അവയെ വിളിക്കുന്ന പേരെന്താ? സിമ്പിൾ കാര്യമാണ്. സെപ്റ്റത്തിന്റെ സെന്റർ ഭാഗത്ത് ഒരു അബ്നോർമൽ ഓപ്പണിംഗ് വന്നാൽ വിളിക്കുന്ന പേര് ഓസ്റ്റിയം സെക്കൻഡ്രം. ഓസ്റ്റിയം സെക്കൻഡ്രം. സിമ്പിൾ അല്ലേ പഠിക്കേ? അല്ലേ അല്ലേ? ഇത് വെയിറ്റ്. അപ്പൊ നമുക്ക് അവിടെ അടുത്ത ലെവലിലോട്ട് പോകല്ലോ. ആൻഡ് തേർഡ് വൺ ഈസ് ഏതായിരിക്കും? ആ ഫസ്റ്റും സെക്കൻഡും കിട്ടി. ഫസ്റ്റ് ഓസ്റ്റിയം പ്രൈം ഒന്നും സെക്കൻഡ് ഓസ്റ്റിയം സെക്കൻഡറും ഒന്നും കിട്ടി. ആൻഡ് മൂന്നാമത്തവന്റെ പേരെന്താ? ദ സൈനസ് വീനസ് ഡിഫക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ സൈനസ് വീനസ് ഡിഫക്ട് ഇസ് ASD ദ 3 ആണ്. ഇവനാണ് ദ മൂന്നാമത്തവന്റെ പേരെന്താ? ഇവൻ പേരെന്താണ്? ആർക്ക് പറയാം? ദ സൈനസ് വീനസ് ഡിഫക്ട് കേട്ടിട്ടുണ്ടോ? സൈനസ് വീനസ് ഡിഫക്ട് അല്ലെങ്കിൽ ASD ദ 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എവിടെയായിരിക്കും ഓപ്പണിംഗ് വരുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റും? പറഞ്ഞേ. സൈനസ് വീനസ് ഡിഫക്ട് എന്ന് പറയുമ്പോഴോ അതോ ASD ദ 3 എന്ന് പറയുമ്പോഴോ ഓപ്പണിംഗ് എവിടെയാണ്? അറ്റ് ദ ടോപ്പ് ആണോടെ? അറ്റ് ദ ടോപ്പ് ആണോടെ? ആണോ? അറ്റ് ദ ടോപ്പ് ആണോ? ആണ് അല്ലേ? അറ്റ് ദ ടോപ്പ് ഓഫ് എവിടെ? അറ്റ് ദ ടോപ്പ് ഓഫ് എവിടെ? അത് ടോപ്പ് ഓഫ് എവിടെ? സെപ്റ്റം. അറ്റ് ദ ടോപ്പ് ഓഫ് ദ സെപ്റ്റം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ദ സുപ്പീരിയർ വിന കവയുടെയും ആൻഡ് ദ സെപ്റ്റത്തിന് ഇടയിലാണോ? ആലോചിച്ച് നോക്കി. അറ്റ് ദ ടോപ്പ് എന്ന് പറയുമ്പോൾ ദ സുപ്പീരിയർ വിന കവയുടെയും സെപ്റ്റത്തിന്റെയും ഇടയിൽ വരുന്നതാണോ? ആലോചിച്ച് പറയുക. അറ്റ് ദ ടോപ്പ് എന്ന് പറയുമ്പോൾ സുപ്പീരിയർ വിന കവയുടെയും സെപ്റ്റത്തിന്റെ ഇടയിൽ വരുന്ന ഭാഗമാണോ? ഇടയിൽ വരുന്ന ഓപ്പണിംഗ് ആണോ? യെസ്. ഇവനെ വിളിക്കുന്ന പേരെന്താ? ദ സൈനസ് വീനസ് ഡിഫക്ട് എന്ന് പറയാം അല്ലേ? സോ ഇവനെ വിളിക്കുന്ന പേരെന്താ? ദ സൈനസ് വീനസ് ഡിഫക്ട് എന്ന് പറയാം. സോ ഞാൻ ഒന്നുകൂടെ പറയാം. പറഞ്ഞുതരാം. ചോദിച്ചേരണം. ഒരു സ്മാൾ ഓപ്പണിംഗ് വരുന്നു. ആ സെപ്റ്റത്തിന്റെ സെന്ററിൽ വന്നാൽ വിളിക്കുന്ന പേരെന്താ? ആ സെപ്റ്റത്തിന്റെ സെന്റർ ഭാഗത്ത് ഒരു ഓപ്പണിംഗ് വന്നാൽ വിളിക്കുന്ന പേരെന്താ? എപ്പോഴും ഫുൾ ഫോം പഠിക്കുക. is ostium secundum. Second question. The fossa ovalis at the lower portion ഒരു ഓപ്പണിംഗ് വന്നാൽ വിളിക്കുന്ന പേരെന്താ? fossa ovalis the lowest പാർട്ടിൽ ഓസ്റ്റിയം പ്രൈമം. ആൻഡ് ദ ഏട്രിയത്തിന്റെ ഏറ്റവും ദ ടോപ്പ് ഭാഗത്തും ദ സുപ്പീരിയർ വിന കവയുടെ അടുത്തായിട്ടും ഒരു ഓപ്പണിംഗ് വന്നാൽ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? സൈനസ് വീനസ് ഡിഫക്ട്. ഇനി ഞാൻ ഈ ചോദ്യം ഇങ്ങനോട് ചോദിക്കട്ടെ. ഞാൻ ആ ചോദ്യം കുറച്ച് മറിച്ച് ചോദിക്കട്ടെ. ദ ഫോസ ഒവാലിസിന്റെ താഴെയായിട്ടൊരു ഓപ്പണിംഗ് വന്നാൽ വിളിക്കുന്ന പേരെന്താ? ദ ഫോസ ഒവാലിസിന്റെ താഴെയായിട്ട് ഓപ്പണിംഗ് വന്നാൽ വിളിക്കുന്ന പേരെന്താ? ഓസ്റ്റിയം പ്രൈമം. ആൻഡ് ദ സെന്ററിൽ ഒരു ഓപ്പണിംഗ് വന്നാൽ വിളിക്കുന്ന പേരെന്താ? സെന്റർ ഭാഗത്ത് ഓപ്പണിംഗ് വന്നാൽ വിളിക്കുന്ന പേരെന്താ? സെക്കൻഡ്രം. ആൻഡ് ദ സുപ്പീരിയർ വിന കവയുടെയും ആൻഡ് ദ ഫോസ ഒവാലിസിന്റെയും അടുത്തായിട്ട് ഓപ്പണിംഗ് വന്നാലോ? സൈനസ് വീനസ് ഡിഫക്ട്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ ഓൾ? എല്ലാം ക്ലിയർ ആയി? യെസ്. ഇപ്പൊ തന്നെ പഠിച്ചോ? യെസ്.
ടൈപ്സ് ക്ലിയർ ആയി. അത്രേ ഉള്ളൂ. ഇതിനാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ നമ്മൾ സ്പീഡിൽ പഠിച്ച കാര്യമുണ്ടോ ഇവിടെ? സ്പീഡിൽ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലും? ഇല്ല. നമ്മൾ എന്ത് പഠിച്ചാലും ആ കാര്യം മനസ്സിലായി പഠിക്കണം. എന്ത് പഠിച്ചാലും എൻ്റെ ഒരു നിർബന്ധ വാശി എന്താണ്, ആ പഠിക്കുന്ന കാര്യം നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു പോകണം. യെസ്. ഇനി അറിയേണ്ട കാര്യം, ഇത് കൺജനറ്റൽ ഹാർട്ട് ഡിസീസിന്റെ ഏകദേശം ഒരു ജസ്റ്റ് 9% ഏതാണ് ഇറ്റ്സ് ASD കേട്ടോ. ഇറ്റ്സ് ഏകദേശം കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് വരുമ്പോൾ കറക്റ്റ് ഒരു 9% ആരാ? ഇറ്റ്സ് ASD ആണ്. ASD ആണ്. യെസ്. ഇനി ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്തൊക്കെയായിരിക്കും? ഇവനോട്ട് വരുമ്പോൾ ഇവന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ആർക്ക് പറയാം? റൈറ്റ് സൈഡിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവിടെ എന്തൊക്കെ പ്രശ്നം വരാം? ആർക്ക് പറയാം? റൈറ്റ് സൈഡിലാണ് അവിടെ പ്രശ്നം വരുന്നതാണെങ്കിൽ അവിടെ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്? അവിടെ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്? ആലോചിച്ച് നോക്കട്ടെ. ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വലിയ പ്രശ്നക്കാരനായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഏതൊക്കെ ഉണ്ടായിരിക്കും? അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സംഭവം ഉണ്ട്. മർമർ കേൾക്കോ? ആലോചിച്ച് പറയാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു മർമർ പോലെ കുട്ടിക്ക് നമുക്ക് കേൾക്കാൻ പറ്റുമോ? സ്റ്റാർട്ടിങ്ങിൽ അതെന്ത് മർമറ? അതെന്ത് മർമറായിരിക്കും? സിസ്റ്റോളിക് ഇജക്ഷൻ മർമർ എന്ന് കേട്ടിട്ടുണ്ടോ? സിസ്റ്റോളിക് ഇജക്ഷൻ മർമർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഒരു ചെറിയ മർമർ കേൾക്കും. ഫസ്റ്റ് തുടക്കത്തിലാണെങ്കിൽ എന്താ ഇതേ കേൾക്കത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഒരു തുടക്കക്കാരനാണെങ്കിൽ കുട്ടിയാണെങ്കിൽ ഫസ്റ്റ് മർമർ കേൾക്കും. അവിടെ വേറെ വലിയ സിംറ്റംസ് ഉണ്ടാവില്ല കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാകുമ്പോൾ അവിടെ വലിയ സിംറ്റം ഒന്നുമില്ല. ചെറിയ ജസ്റ്റ് മർമർ പോലെ കേട്ട് വരും. ശേഷം എന്തുണ്ടാവും? അതിന് ശേഷം എന്ത് തുടങ്ങോടെ? പറഞ്ഞേ. അതിന് ശേഷം എന്തായിരിക്കും? ഡിസ്നി ഉണ്ടായിരിക്കുമല്ലോ. ശേഷം നല്ല ഡിസ്നിയും പാൽപിറ്റേഷനും അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കും? ഇല്ല, ഒരിക്കലും ഡിസ്നിയും പാൽപിറ്റേഷനും ഉണ്ടാകത്തില്ല. അവിടെ ജസ്റ്റ് മർമർ മാത്രമാണ് ആദ്യം കേൾക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്നത് എന്തായിരിക്കും? ഒരു കാര്യം ആലോചിച്ചാൽ മതി. പാൽപിറ്റേഷൻ വന്ന കുട്ടിക്ക് പറയാൻ പറ്റുമോ? അത് മാത്രം ആലോചിച്ചാൽ മതി. പാൽപിറ്റേഷൻ വന്ന കുട്ടിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഡിസ്നി വന്നാ പറയാൻ പറ്റുമോ? എനിക്ക് വരികയാണെന്ന് പറയാം. ഇല്ല. അതൊന്നും ഇപ്പൊ അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്നും ഉണ്ടാകത്തുമില്ല. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? ഇത് എൻലാർജ്മെന്റ് ഓഫ് റൈറ്റ് ഏട്രിയം ആണോ? ഏറ്റവും പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ റൈറ്റ് ഏട്രിയം നല്ല എൻലാർജ്മെന്റ് ആയിരിക്കും. അവിടെ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിളും റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിളും നല്ല എൻലാർജ് ആയിരിക്കും. ഇവിടെ ആയിരിക്കോ? യെസ് ഓർ നോ? ആയിരിക്കും. മറക്കരുത്. എപ്പോഴും സിംറ്റംസ് എവിടെയായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും? അത് മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പൊ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിൽ എപ്പോഴും സിംറ്റംസ് എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കുമോ ലെഫ്റ്റ് സൈഡിലായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും. ഇനി വേറെ ഏതെങ്കിലും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ചോദിച്ചാൽ ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് മർമർ തന്നെയല്ലേ? സിസ്റ്റോളിക് മർമർ അല്ലേ? സിസ്റ്റോളിക് മർമർ ആണ് നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ഓർമ്മിക്കേണ്ട കാര്യം. ശേഷം മാത്രമാണ് റൈറ്റ് സൈഡും ആൻഡ് ലെഫ്റ്റ് സൈഡും നല്ല എൻലാർജ്മെന്റ് വരുന്നത്. ഈ രണ്ട് കാര്യം ഓർമ്മിക്കൂ. രണ്ട് കാര്യം ചോദിച്ചാൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ചോദിച്ചാൽ രണ്ട് ചോദ്യം ഉണ്ടാകത്തുള്ളൂ. ഇവിടെ നിന്ന് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് നിന്ന് രണ്ട് ചോദ്യം മാത്രമേ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ചോദിക്കത്തുള്ളൂ. ഫസ്റ്റ് ഏതാ? സിസ്റ്റോളിക് മർമർ. അല്ലേ? സിസ്റ്റോളിക് മർമർ. ആ സ്ഥലം എവിടെയായിരിക്കും? ലെഫ്റ്റ് സ്റ്റേണത്തിന്റെ അടുത്ത് എപ്പോഴും സിസ്റ്റോളിക് മർമർ കേൾക്കാൻ സാധിക്കും. സ്ഥലം എവിടെയാ? ആ ചോദ്യം എപ്പോഴും ഓർമ്മിക്കണം. ലെഫ്റ്റ് സ്റ്റേണത്തിൽ എന്തായിരിക്കും? സിസ്റ്റോളിക് മർമർ കേൾക്കാൻ സാധിക്കും. ആൻഡ് എൻലാർജ്മെന്റ് എവിടെയാ? റൈറ്റ് സൈഡ് ഓഫ് ദ വെൻട്രിക്കിൾ ആണോ? റൈറ്റ് സൈഡ് ഓഫ് ദ വെൻട്രിക്കിൾ.
റൈറ്റ് സൈഡ് ഓഫ് ദ വെൻട്രിക്കിൾ നല്ല എൻലാർജ്മെന്റ് ആയിരിക്കും. രണ്ട് കാര്യം ഓർമ്മിക്കൂ, രണ്ട് കാര്യം ഓർമ്മിക്കൂ. യെസ്. ഇനി ഇവന്റെ ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? എന്താ ദ മാനേജ്മെന്റ് എന്തായിരിക്കും? ദ മാനേജ്മെന്റ് അറ്റ് ദ ബർത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും മാനേജ്മെന്റ്? അത് ഫസ്റ്റ് അറിയണം. ഇവൻ നമ്മൾ അറ്റ് ദ ബർത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ, അതിനെ ഐഡന്റിഫൈ ചെയ്താൽ അവിടെ എന്തായിരിക്കും ദ മാനേജ്മെന്റ് വരുന്നത്? എന്തായിരിക്കും അവിടെ? എന്ത് സർജറി അപ്പൊ ചെയ്യും? അവിടെ കുട്ടി ജനിച്ചോന്ന് സർജറി ചെയ്യും? പറയണം. ആ വെയിറ്റ് ചെയ്യും. എത്ര വർഷം വരെ? എത്ര വയസ്സ് വരെ? ദ കറക്റ്റ് സർജറി. ഈ ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ ആരെങ്കിലും? ഈ ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട് 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 കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. ദ കറക്റ്റ് സർജറിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് എക്സാമിനുണ്ട്? ഏതോ ഒരു എക്സാമിന് ASDയുടെ ദ കറക്റ്റ് സർജറി, അത് ഈ പറഞ്ഞ കുട്ടി ഫസ്റ്റ് ജനിച്ചോറിനെ ചെയ്യുമോ ചോദിക്കും, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെപ്പോ ചെയ്യും? 2 to 5 years കേട്ടോ. ഫസ്റ്റ് ദ കറക്റ്റ് സർജറി ചെയ്യുന്ന എപ്പോഴും ചോദിച്ചാൽ 2 മുതൽ 5 വയസ്സിനിടയിൽ കേട്ടോ. 2 മുതൽ 5 വയസ്സിനിടയിലാണ് എപ്പോഴും ദ കറക്റ്റ് സർജറി ചെയ്യുന്നത്. യെസ്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോടെ? ആ, ഇനി ഇതേ ഫ്യൂച്ചർ ഇടുന്നില്ലേ, ഈ കറക്റ്റ് സർജറി തന്നെ ആ വരുന്ന ഓപ്പണിംഗ് വളരെ സ്മാൾ ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ ഇടുന്ന ഫ്യൂച്ചറിനെ വിളിക്കുന്ന പേരുണ്ട്. ആർക്കും പറയാം? ആർക്കും പറയാം? അതും ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ ഉണ്ടാവുന്ന പറഞ്ഞത് കറക്റ്റ് സർജറിയിൽ വളരെ സ്മാൾ ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ ഇടുന്ന ഫ്യൂച്ചർ പേര് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ദ പേഴ്സ് സ്ട്രിങ് ഫ്യൂച്ചർ കേട്ടോ? ആരെങ്കിലും ദ പേഴ്സ് സ്ട്രിങ് ഫ്യൂച്ചർ സ്മാൾ ഓപ്പണിംഗ് ആണെങ്കിൽ, സ്മാൾ ASD ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കറക്റ്റ് സർജറിക്ക് യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ ചോദിച്ചാൽ ദ പേഴ്സ് സ്ട്രിങ് ഫ്യൂച്ചർ എന്ന് ഓർമ്മിക്കുക. ഇനി ഇതേ ദ ഹോള് നല്ല വലുതാണെങ്കിലോ, ഇത് നല്ല ലാർജ് ASD ആണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യും? അവിടെ എന്ത് യൂസ് ചെയ്യും? അതിന്റെ പേര് അറിയാം നിങ്ങൾക്ക്? ആരെങ്കിലും എവിടെയെങ്കിലും ദ ഡാക്രോൺ പാച്ചസ് കേട്ടോ? ആരെങ്കിലും അത് കേട്ടോണ്ടായിരിക്കും അല്ലേ? അത് കേട്ടോണ്ടായിരിക്കും. ദ ഡാക്രോൺ പാച്ചസ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അതൊക്കെ അവിടെ കേട്ടോ ഉണ്ടായിരിക്കുമല്ലോ. സോ ഓർമ്മിക്കണം, സ്മാൾ ഓപ്പണിംഗ് ആണെങ്കിൽ, ഈ പറഞ്ഞ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് സ്മാൾ ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യും? ചോദ്യം ചോദിച്ചെഴുതണം. സ്മാൾ ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യും? വളരെ സ്മാൾ ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യേ? ദ പേഴ്സ് സ്ട്രിപ്പ് ഫ്യൂച്ചർ അല്ലെ? ദ പേഴ്സ് സ്ട്രിപ്പ് ഫ്യൂച്ചർ യൂസ് ചെയ്യും. അതേ ദ ഹോള് നല്ല ലാർജ് ഹോൾ ആണെങ്കിലോ, ദ ലാർജ് ASD ആണ് എന്തായിരിക്കും? ദ ഡാക്രോൺ പാച്ചസ് യൂസ് ചെയ്ത് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യല്ലേ? ആ പറഞ്ഞ ദ ഹോളിനെ എങ്ങനെ ക്ലോസ് ചെയ്ത് ചോദിക്കുന്നത്? ആ കുട്ടിക്ക് ഉണ്ടായി വരുന്ന ദ ഹോളില്ലേ, ആ പറഞ്ഞ ഹോളിനെ എങ്ങനെ ക്ലോസ് ചെയ്യുമെന്ന് പറയുന്നത്. സോ ദ ഡാക്രോൺ പാച്ചസ് എവിടെ യൂസ് ചെയ്യും ചോദിക്കും. ദ ഡാക്രോൺ പാച്ചസ് എന്തിന് യൂസ് ചെയ്യും? ഈ പറഞ്ഞ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിലെ ദ ഹോള് ദ ലാർജ് ഹോൾ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യും? ചോദ്യം ചോദിക്കും. ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിൽ ഉണ്ടാകുന്ന ദ ഹോൾ നല്ല ലാർജ് ഹോൾ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യും? ദ ഡാക്രോൺ പാച്ചസ് യൂസ് ചെയ്യും അല്ലെ? ദ ഡാക്രോൺ പാച്ചസ് യൂസ് ചെയ്യും. അതേ സമയത്ത് ഇതേ സെയിം ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിൽ അതേ ഹോൾ വളരെ സ്മാൾ ഹോൾ ആണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യും? ആ ഹോൾ ചെറുതാണെങ്കിൽ ദ പേഴ്സ് സ്ട്രിപ്പ് ഫ്യൂച്ചർ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹോളിനെ അവിടെ ക്ലോസ് ചെയ്ത് വിടും. അപ്പോൾ ദ കറക്റ്റ് സർജറി ചെയ്യുന്ന എപ്പോഴാ? അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യം എപ്പോ ചെയ്യും? ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ദ ഡാക്രോൺ പാച്ചും ആൻഡ് ദ പേഴ്സ് സ്ട്രിപ്പ് ഫ്യൂച്ചർ ചെയ്യുന്നപ്പോഴാ? 2 മുതൽ 5 വയസ്സിനിടയിലാണ് അല്ലേ? 2 മുതൽ 5 വയസ്സിനിടയിലാണ് എപ്പോഴും ദ കറക്റ്റ് സർജറി ചെയ്യുന്നത്. നമ്മുടെ കണക്കനുസരിച്ച് ഒരു 90% കുട്ടികൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റാറില്ല, ശരിയല്ലേ? കണക്കനുസരിച്ച് ഏകദേശം ഒരു 90% കുട്ടികളും ജനിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല.
പക്ഷെ നമ്മൾ ദ സിംറ്റംസ് വച്ചല്ലേ കണ്ടുപിടിക്കുന്നത്, ആണോ അല്ലയോ? നമ്മളെപ്പോഴും ദ സിംറ്റംസ് വച്ചാണ് കണ്ടുപിടിക്കുന്നത്. ആ സിംറ്റംസ് റൈറ്റ് ആണോ ലെഫ്റ്റിലാണോ? സിംറ്റംസ് റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? സിംറ്റംസ് റൈറ്റ്. റൈറ്റ്. ക്ലിയർ? എല്ലാം ക്ലിയർ ആയോ? എല്ലാവരും ക്ലിയർ ആയോ? യെസ്. അടുത്ത കണ്ടീഷൻ, ദ സെക്കൻഡ് വൺ ഈസ് ദ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട്. സെക്കൻഡ് വൺ ഈസ് ദ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട്. എല്ലാവർക്കും ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ ആയിരുന്നു? എല്ലാവർക്കും ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ? വേണ്ടല്ലോ? വേണ്ട. ക്ലിയർ. ഓക്കെ, എനിക്കത് മതി. എല്ലാവരും പറയണം. എല്ലാവരും പറയണം. ആർക്കും ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? വേണ്ട. വേണ്ടല്ലോ? വേണോ? വേണ്ടേ? പറ പറ. ഞാൻ തയ്യാറാ. ഞാൻ പറയാൻ തയ്യാറാ. ആർക്കെങ്കിലും ഒന്നുകൂടെ കേൾക്കണോ? വേണ്ടേ? ക്ലിയർ ആയി? യെസ്, നല്ല കാര്യം. അടുത്ത കണ്ടീഷനിലോട്ട് പോവാം. ദ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട് എന്ന് പറഞ്ഞ എന്താ? ദ VSD എന്ന് പറഞ്ഞ എന്തായിരിക്കും? എന്തായിരിക്കും ദ VSD? അത് ദ ഫൊറാമനി ഓവറിയുടെ താഴെയാണോ, സെന്ററിലാണോ, ഓർ ദ ടോപ്പ് ഭാഗത്താണോ എപ്പോഴും ദ VSD വരുന്നത്? ഈ ചോദ്യം ഒരു 99% ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. ദ VSD എന്നൊരു കണ്ടീഷൻ ആർക്ക് പറയാം? പറഞ്ഞേ. ഇവിടെ വരുന്നത്, ഇവിടെ പറഞ്ഞ ഞാൻ ഓപ്പണിംഗ് ഇവിടെ വരുന്നത്, ഇവിടെ ഈ പറഞ്ഞ ഓപ്പണിംഗ് എവിടെയാ വരുന്നത്? ഫസ്റ്റ് പറഞ്ഞ എവിടെയായിരുന്നു? ഫസ്റ്റ് പറഞ്ഞത് എവിടെയായിരുന്നു? ഇൻട്രാ ഏട്രിയൽ സ്ഥലത്തല്ലേ? ഫസ്റ്റ് പറഞ്ഞ ടൈപ്പ് ഇൻട്രാ ഏട്രിയലിന്റെ അടുത്തല്ലേ? ആലോചിച്ച് പറയുക. ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് എന്ന് പറയുമ്പോൾ അത് ഇൻട്രാ ഏട്രിയലിന്റെ അടുത്താണെങ്കിൽ ദ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട് എവിടെയായിരിക്കും? ഒരു അബ്നോർമൽ ഓപ്പണിംഗ് എവിടെയായിരിക്കും? അബ്നോർമൽ ഓപ്പണിംഗ് എവിടെയായിരിക്കും? ദ ഇൻട്രാ വെൻട്രിക്കുലർ സെപ്റ്റത്തിൽ. ദ ഇൻട്രാ വെൻട്രിക്കുലർ സെപ്റ്റത്തിലാണ് ഇവിടെ ഓപ്പണിംഗ് വരുന്നത്. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ ഇത് VSD ദ ഓപ്പണിംഗ് വരുന്ന സ്ഥലം എവിടെയാ? ഫസ്റ്റ് അറിയേണ്ട കാര്യം അതാണ്. VSD ഓപ്പണിംഗ് വരുന്ന സ്ഥലം എവിടെയാ? ഇത് ഇൻട്രാ വെൻട്രിക്കുലർ സ്ഥലത്തല്ലേ? അല്ലേ? സ്ഥലത്തല്ലേ? ആണ്. ഇവിടെ എന്ത് സംഭവിക്കും? എന്താ ഇവിടെ ചോദ്യമുണ്ട്. ഇവൻ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാൻ വേണ്ടിയുള്ള ദ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാരണം എന്താ? ദ മോസ്റ്റ് കോമൺ ദ കോസ് എന്താ? ദ VSD ഉണ്ടാകാനായിട്ടുണ്ടാകുന്ന ദ കോസ് എന്തൊക്കെ ആയിരിക്കും ഇവിടെ? എന്തായിരിക്കും? ദ കൺജനറ്റിലാണോ? ദ കൺജനറ്റിലാണോ? പൊതുവായിട്ട് ദ VSD വരാൻ കാരണം ദ കൺജനറ്റിലാണോ? പൊതുവായിട്ട് ദ VSD വരാൻ കാരണം കൺജനറ്റിലാണ്. കൺജനറ്റ് തന്നെയാണ് കേട്ടോ. എല്ലാരും പറയണം. ഇവിടെ ഉത്തരം എല്ലാരും പറയണം. എനിക്ക് നിങ്ങളുടെ പേരെല്ലാം അറിയാം. ഇവിടെ വരുമ്പോഴും ദ VSDയിലോട്ട് വരുമ്പോഴും അവിടെ കുറെ ടൈപ്പ് ഉണ്ട്, അവിടെയും കുറെ ടൈപ്പ് ഉണ്ട്. അത് പറയുന്ന മുമ്പ് ഫസ്റ്റ് പറഞ്ഞ ദ ഫസ്റ്റ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിന്റെ ടൈപ്സിന്റെ പേരെന്ന് പറഞ്ഞ എല്ലാവരും. ഫസ്റ്റ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിന്റെ ടൈപ്സിന്റെ പേരെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. ഫസ്റ്റ് ഓസ്റ്റിയം പ്രൈമം, സെക്കൻഡ് ഓസ്റ്റിയം സെക്കൻഡ്രം, ആൻഡ് തേർഡ് എണ്ണിന്റെ പേരാണ് എപ്പോഴും കേരള പീസ് ചോദിക്കുന്നത്. പ്രൈമം, സെക്കൻഡ്രം ആൻഡ് മൂന്നര പേര് സൈനസ് വീനസ് ഡിഫക്ട് അല്ലേ? സൈനസ് വീനസ് ഡിഫക്ട്. ഇവിടെ വരുമ്പോഴും ദ വെൻട്രിക്കുലർ ഇതിൽ ഡിഫക്റ്റിൽ ത്രീ ടൈപ്സ് ഉണ്ട്. ഇവിടെയും ഇൻ ദ VSDയിലും 3 ടൈപ്പ് ഉണ്ട്. ഇൻ ദ VSDയിലും ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇവിടെയും 3 ടൈപ്പ് ഉണ്ട്. അതിന്റെ പേര് കേട്ടിട്ട് എവിടെയെങ്കിലും?
അതിന്റെ പേര് അറിഞ്ഞാൽ മതി. അതിന്റെ പേര് അറിയണം. അറിയാമോ? ഫസ്റ്റ് ടൈപ്പിന്റെ പേരാണ് ദ മസ്കുലാർ ഡിഫക്ട്. ഫസ്റ്റ് ടൈപ്പിന്റെ പേരാണ് ദ മസ്കുലാർ ഡിഫക്ട്. ഓർമ്മിക്കണം. VSD വരുമ്പോൾ ഫസ്റ്റ് ടൈപ്പിന്റെ പേരാണ് ദ മസ്കുലാർ ഡിഫക്ട് എന്നും, ആൻഡ് ദ സെക്കൻഡ് ടൈപ്പിന്റെ പേരെന്താ? ആർക്ക് പറയാം? ആർക്ക് പറയാം? എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല. ഒരു സംഭവം എന്തായിരിക്കും? ആർക്ക് പറയുന്നത്? ദ മസ്കുലാർ ഡിഫക്ട് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരുന്നു? ദ മസ്കുലാർ ഡിഫക്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ എന്ത് ഓർമ്മ വരും? ഇവിടെ പറയണം. ആ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഉത്തരം കിട്ടും? ദ മസിൽ പ്രശ്നം. ശരിയല്ലേ? ആ ഒരു ദ മസിലിന്റെ പ്രശ്നം. അപ്പോ ആലോചിക്കുക, ഇന്റെ ഹാർട്ടിന്റെ അവിടെ ദ മസിൽ ഏത് മസിലാ? ആ സെപ്റ്റത്തിന്റെ അടുത്തുള്ള മസിലല്ലേ? ഇസ് ദ ഇൻട്രാ ഇസ് ഏട്രിയൽ സെപ്റ്റത്തിന്റെ അടുത്തുള്ള മസിൽ അല്ലേ? അല്ലേ 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 അല്ലേ? ആ സെപ്പറേറ്റ് മസിൽ. ശരിയല്ലേ? ആണോ അല്ലയോ? ആണ്. ഇസ് ഇൻട്രാ ഏട്രിയൽ സെപ്റ്റത്തിന്റെ അടുത്തുള്ള മസിലിലാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പ്രശ്നം വരുന്നത്. ഇനി ദ സെക്കൻഡ് ടൈപ്പ് ഏതായിരിക്കും? ഇവിടെ സെക്കൻഡ് ടൈപ്പ് ഏതായിരിക്കും? ഏതായിരിക്കും? അറിയില്ല, പേരറിയില്ല അല്ലേ? ദ സബ് പൾമറി ഡിഫക്ട്. ദ സബ് പൾമറി ഡിഫക്ട് എന്നോ അവന് വിളിക്കുന്ന വേറൊരു പേര് കൂടെ ഉണ്ട്. ഇൻഫെന്റിബുലാർ ഡിഫക്ട് എന്നും വിളിക്കാറുണ്ട്. ആ പേര് ഓർമ്മിക്കണം. സെക്കൻഡ് ടൈപ്പിലോട്ട് വരുമ്പോൾ അവനെ വിളിക്കുന്ന പേരിൽ ഓർമ്മിക്കണം. ഇൻഫെന്റിബുലാർ ഡിഫക്ട് എന്നും ആൻഡ് ദ സബ് പൾമറി ഡിഫക്ട് എന്നും വിളിക്കുമ്പോൾ അതിന്റെ ഉത്തരം അതിൽ തന്നെ ഉണ്ട്. ഈ പറഞ്ഞ പ്രശ്നം എവിടെയായിരിക്കും വരുന്നത്? ആ ഒരു പ്രശ്നം എവിടെ വരുന്നത്? ആ ഒരു പേര് തന്നെയുണ്ട്. ദ സബ് പൾമറി ഡിഫക്ട് എന്നോ ഓർ ദ ഇൻഫെന്റിബുലാർ ഡിഫക്ട് എന്നോ ചോദ്യം വരുമ്പോൾ ഓർമ്മിക്കണം, ദ പ്രശ്നം എവിടെ വരുന്നത്? ദ പൾമറി വെയിന്റെ താഴെ വരുന്ന ഡിഫക്ട് അല്ലേ? ആ പൾമറി വെയിന്റെ താഴെ വരുന്ന ദ ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരെന്താ? ഇത് ചോദ്യം ഉണ്ടായിരുന്നു. ദ പൾമറി വാൽവിന്റെ അവിടുത്തെ താഴെയായിട്ട് വരുന്ന പ്രശ്നത്തെ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? ആ ഒരു പേര് തന്നെയുണ്ട്. സബ് പൾമറി ഡിഫക്ട് എന്നോ ഓർ ഇൻഫെന്റിബുലാർ ഡിഫക്ട് എന്നോ വിളിക്കാം. ഇസ് എ ക്ലിയർ? ഇസ് എ ക്ലിയർ? യെസ്. അപ്പോൾ ദ ഫസ്റ്റ് ടൈപ്പ് ഒന്നുകിൽ ദ മസിലിൽ വരാം. ദ സെക്കൻഡ് ടൈപ്പ് എന്താണ്? ദ പൾമറിന്റെ താഴെയായിട്ടും വരാം. ഇത്രയും ക്ലിയർ ആയോടെ? ഇത്രയും ക്ലിയർ ആയോടെ? ഇല്ല ഇല്ല, എല്ലാവരും പറഞ്ഞു. ആ, ക്ലിയർ ആയി. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ഇറങ്ങിയുണ്ടോ? ഇവനെല്ലാം ഈ പേരുകളെല്ലാം ഫസ്റ്റ് ആയിട്ട് ഇറങ്ങിയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇത് നിങ്ങൾ ഈ പറഞ്ഞ 2020-21 വരെ ഈ പറഞ്ഞ ASD എന്നും VSD എന്നും മാത്രമേ പഠിക്കാറുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? ഈ 2020-21 വരെയാണെങ്കിൽ ഈ പറഞ്ഞ ASD എന്ന് പഠിക്കും, ആൻഡ് VSD എന്ന് പഠിക്കും. അത് മാത്രം പഠിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇനി അങ്ങോട്ട് ഇതൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, ഇതെല്ലാം തന്നെ പഠിച്ചിരിക്കണം. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഈസ് എന്ന് വിളിക്കാം is endocardial the cushion defect. That the മൂന്നാമത്തെ ടൈപ്പ് ആണ്. The മൂന്നാമത്തെ ടൈപ്പ് ഓഫ് the VSD ഏതാ? is endocardial the cushion defect എന്ന് വിളിക്കാം. ആലോചിക്കും, സാർ ഇങ്ങനെയൊക്കെ പേരുണ്ടോ? ഇങ്ങനെയൊക്കെ പേര് ഞാൻ കേട്ടിട്ട് പോലുമില്ല. is endocardial the cushion defect. ശരിയല്ലേ? അത് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എവിടെ ഉണ്ടോ? ഇല്ല, കേട്ടിട്ടില്ലേ? സംഭവം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവം? എന്തായിരിക്കും? കേട്ടിട്ടില്ല? സംഭവം എന്തായിരിക്കും? ഇവിടത്തെ ഡിഫക്റ്റ് വരുന്ന സ്ഥലം എവിടെ? ആ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. ആർക്ക് പറയാം? പറഞ്ഞാലും പറയണം. ഞാൻ വെയിറ്റ് ചെയ്യാം. പറയണം. എവിടത്തെ പ്രശ്നം വരുന്ന സ്ഥലം എവിടെ ആയിരിക്കും? ആരെങ്കിലും ദ ബൈക്കസ്പിഡ് വാൽവ് ദ റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ദ ബൈക്കസ്പിഡ് വാൽവ് ദ റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? റിംഗ്.
റിംഗ് ഉണ്ടോ 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 ഉണ്ട് ഇല്ല അത് ഉണ്ടോടെ ഉണ്ടോടെ ആ ദ ബൈക്കേഴ്സ് വാൽ കേട്ടിട്ടുണ്ട്, ബൈക്കേഴ്സ് വാൽ കണ്ടിട്ടുണ്ട്. അതിന്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് ദ ബൈക്കേഴ്സ് വാൽ ദ റിംഗ് എന്ന് വിളിക്കും. അതിന്റെ ഓപ്പണിംഗ് അല്ലേ, അതിന്റെ ഓപ്പണിംഗിൽ വരുന്ന ഒരു ആ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് ദ ബൈക്കേഴ്സ് വാൽ ദ റിംഗ് എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു പ്രശ്നം വന്നാൽ എന്ത് വിളിക്കാം? ദ ബൈക്കേഴ്സ് വാൽ ദ റിംഗ് ഒരു പ്രശ്നം വരുന്നു. ഫസ്റ്റ് ഓപ്പണിംഗ് ഭാഗത്ത് ഒരു പ്രശ്നം വന്നാൽ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? എൻഡോകാർഡിൽ ദ കുഷൻ ഡിഫക്ട് എന്ന് വിളിക്കാം. എൻഡോകാർഡിൽ ദ കുഷൻ ഡിഫക്ട് എന്ന് വിളിക്കാം. അപ്പോൾ അറിയേണ്ട ഫസ്റ്റ് ചോദ്യം ഇതാണ്, ദ ഇൻട്രാവെൻട്രിക്കുലർ ദ മസിൽ ഡിഫക്ട് വന്നാൽ വരുന്ന കണ്ടീഷൻ ഏതാ? ആർക്ക് പറയാം? ദ ഇൻട്രാവെൻട്രിക്കുലറിൽ വരുന്ന ദ മസിലിന് ഒരു ദ ഡിഫക്ട് വന്നാൽ ഉണ്ടാകുന്ന കണ്ടീഷൻ ഏതാ? ദ കൺജനൈറ്റലായിട്ട് ഫസ്റ്റ് ഇൻട്രാ മസ്കുലർ ഡിഫക്റ്റ് ആയാൽ ഏത് വിളിക്കാം? ഇത് മസ്കുലർ ഡിഫക്റ്റ് അല്ലേ? ദ വി എസ് ഡിയിലെ മസ്കുലർ ഡിഫക്റ്റ് അല്ലേ? ദ വി എസ് ഡിയിലെ മസ്കുലർ ഡിഫക്റ്റ് അല്ലേ? ആലോചിക്കുക. ദ ഇൻട്രാവെൻട്രിക്കുലർ ദ മസിലിന് വരുന്ന ഡിഫക്റ്റ് ആണെങ്കിൽ, ദ ഇൻട്രാവെൻട്രിക്കുലർ മസിലിന് വരുന്ന ഡിഫക്റ്റ് ആണെങ്കിൽ the muscular defect അല്ലേ? the muscular defect. Is it clear? Is it clear? ഇനി the tricuspid valve-ന്റെ താഴെയായിട്ടൊരു പ്രശ്നം വന്നാൽ എന്ത് വിളിക്കാം? tricuspid valve-ന്റെ താഴെ വന്നാൽ താഴെ ഏതായിരിക്കും? tricuspid valve താഴെ ഏതായിരിക്കും? പറയണം. ട്രൈക്കസ്പിഡ് വാലിന്റെ താഴെ കുഷൻ ഡിഫക്ട് ഇസ് എൻഡോകാർഡിയൽ ദ കുഷൻ ഡിഫക്ട് എന്ന് വിളിക്കാം. ആൻഡ് ദ പൾമറി വാൽവിന്റെ താഴെയാണെങ്കിലോ, ആൻഡ് ദ പൾമറി വാൽവിന്റെ താഴെ ഒരു പ്രശ്നം വന്നാൽ കണ്ടീഷൻ ഏതാ? ഇസ് ഇൻഫെന്റിബുലാർ ഡിഫക്ട് അല്ലെങ്കിൽ ദ സബ് പൾമറി ഡിഫക്ട് എന്ന് വിളിക്കാം. സോ ദ മസ്കുലാർ ഡിഫക്ട് വരാം, ആൻഡ് ദ ഇൻഫെന്റിബിൾ ഡിഫക്ട് വരാം, ആൻഡ് ദ എൻഡോകാർഡിയൽ ഡിഫക്ട് വരാം. 3 ടൈപ്പും ക്ലിയർ ആയോ? ദ ഡിഫക്ട് എവിടെയാണ്? വി എസ് ഡിയിൽ ഈ പറഞ്ഞ ദ ഡിഫക്ട് എവിടേക്ക് വരാം? 3 ഇടത്ത് വരാല്ലേ? ഇൻ ദ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റിൽ എപ്പോഴും ഈ പറഞ്ഞ ടൈപ്സ് എത്ര? 3 ടൈപ്പ്. ഇൻ ദ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റിൽ ഈ പറഞ്ഞ ടൈപ്സ് 3 ഇസ് എ ക്ലിയർ ഫോർ ആർ എല്ലാം ക്ലിയർ അവിടെ? യെസ് യെസ്. ഇനി ഇവിടെ എല്ലാവരുടെയും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഇനി ഇവയുടെ എല്ലാവരുടെയും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ ചോദിക്കാറുണ്ട്? ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ എല്ലാവരുടെയും ക്ലിനിക്കൽ ഫീച്ചേഴ്സിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആരെങ്കിലും പാൻ സിസ്റ്റോളിക് മർമർ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും പാൻ സിസ്റ്റോളിക് മർമർ, പാൻ സിസ്റ്റോളിക് മർമർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ദ പാൻ സിസ്റ്റോളിക് മർമർ സംഭവം എന്തായിരിക്കും? സിമ്പിൾ കാര്യമാണ്. അവിടുത്തെ പാൻ സിസ്റ്റോളിക് എന്ന് പറയുമ്പോൾ അവിടുത്തെ സിസ്റ്റോളിക്കിന്റെ സമയം മാത്രം ദ മർമർ സൗണ്ട് കേൾക്കുന്നതാണോ? ആണോ അല്ലയോ? ദ സിസ്റ്റോളിക്കിന്റെ സമയം മാത്രം കുട്ടിയിൽ എന്ത് ചെയ്യുന്നു? നല്ല മർമർ കേൾക്കുന്ന സമയമാണോടെ? ആണോ അല്ലയോ? യെസ് ആണല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദ ഹാർട്ട് ബീറ്റ് അടിക്കുമ്പോൾ മാത്രം മർമർ കേൾക്കും. ശരിയല്ലേ? ശരിക്കും പറഞ്ഞ ദ ഹാർട്ട് ബീറ്റ് ചെയ്യാറില്ലേ? ഈ പറഞ്ഞ കുട്ടിയുടെ ദ ഹാർട്ട് ബീറ്റിങ് അടിക്കുന്ന സമയത്ത് മാത്രം അവിടെ ദ മർമർ കേൾക്കും. അതാണ് ഫസ്റ്റ് ക്ലിനിക്കൽ ഫീച്ചർ. ഈ ക്വസ്റ്റ്യൻ കണ്ടുണ്ടല്ലോ, ചോദിച്ചെഴുതുമല്ലോ. ആ സൗണ്ട് ചെയ്യാൻ കാരണം എന്താ? അത് പറഞ്ഞേ. ആ സൗണ്ട് ചുമ്മാ കേൾക്കൂല, കാരണം എന്താ? ഈ പറഞ്ഞത് വെൻട്രിക്കിൾ അടയുമ്പോഴാണ് കേൾക്കുന്നത്. പ്രഷർ കാരണം വെൻട്രിക്കുലർ അടയുമ്പോഴാണ് അവിടെ
നല്ല പ്രഷർ കാരണം വെൻട്രിക്കിളിന്റെ അടയുമ്പോഴാണോ? ആണോ? ആണ് 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 യെസ്. ഇത്രയും ക്ലിയർ ആയല്ലോ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇതാ കുട്ടിയുടെ വെയിറ്റ് എങ്ങനെയായിരിക്കും? കുട്ടി നല്ല വെയിറ്റ് കാണോ? ആ വെയിറ്റ് കുറഞ്ഞിരിക്കും. പൂർ വെയിറ്റ് ഗെയിൻ ആയിരിക്കത്തില്ലേ? പൂർ വെയിറ്റ് ഗെയിൻ ആയിരിക്കത്തില്ലേ? പൂർ വെയിറ്റ് ഗെയിൻ ആയിരിക്കും. പാൽപിറ്റേഷൻ ഉണ്ടാവും, അവിടെ നല്ല ഡിസ്നിയ ഉണ്ടാവും. ശരിയല്ലേ? നല്ല ഡിസ്നിയ, പാൽപിറ്റേഷൻ എല്ലാം ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല റെക്കറന്റ് ആയിട്ട് നല്ല ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാം. ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. മിക്കവാറും ഈ അസുഖം കണ്ടുപിടിക്കാതെ പോവുകയാണെങ്കിൽ പതിയെ കുട്ടിയുടെ വെയിറ്റ് കുറഞ്ഞു പോയൂടെ? അല്ലേ? ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഈ കുട്ടി ഓരോ ദിവസം കഴിയും തോറും വെയിറ്റ് കുറഞ്ഞ് അങ്ങ് പോകും. അല്ലെ? നമ്മളെന്ത് വിചാരിക്കും? കുട്ടിക്ക് മാൽ ന്യൂട്രീഷൻ ആണ്. ശരിയല്ലേ? നമ്മളെന്ത് വിചാരിക്കും? കുട്ടിക്ക് മാൽ ന്യൂട്രീഷൻ വലുതുമായിരിക്കും കരുതി വീട്ടിൽ വച്ചുകൊണ്ടിരിക്കും. പക്ഷെ ശരിക്കും എന്താ അസുഖം? ഇതാണ് സെപ്റ്റൽ ഡിഫക്റ്റ് വരുന്നല്ലേ. സോ ഇനി ഇവയുടെ എല്ലാം മാനേജ്മെന്റ് എന്താ? ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഓർമ്മിക്കണം. ഇവയുടെ എല്ലാം മാനേജ്മെന്റ് എന്താ? ആർക്ക് പറയാം? സാധാരണഗതിയിൽ ഒരു 70 to 80% അവിടെ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ആ ഹോൾ അടഞ്ഞു പോകും. ആലോചിച്ച് പറയുക, ആ സ്പോണ്ടേനിയസ് അത് ക്ലോസ് ആയി പോകത്തില്ലേ? സാധാരണയായിട്ട് ഒരു 70% ഓർ 80% എന്ത് ചെയ്യുന്നത് VSD അത് തനിയെ അടഞ്ഞു വെക്കോളും. പക്ഷേ അത് അടഞ്ഞില്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്യണ്ടേ? അത് അടഞ്ഞില്ലെങ്കിൽ സർജറി ചെയ്യണം. സർജറി ചെയ്യുമ്പോൾ നമ്മളവിടെ എന്ത് യൂസ് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു തന്നൊരു പാച്ച് ഉണ്ട്. ആർക്ക് ഓർമ്മയുണ്ട്? ഞാൻ കുറച്ച് ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞ ഒരു പാച്ചിന്റെ പേരുണ്ട്, ഡാക്രോൺ പാച്ച്. ഓർമ്മയുണ്ടോ? അതേ പാച്ച് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. സോ ഡാക്രോൺ പാച്ചസ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ചോദ്യം വരുന്നതാണ്. ചോദ്യം ഉണ്ടായിരുന്നു, ആ ചോദ്യം കൂടെ പറഞ്ഞുതരാം. ആ ചോദ്യം ഇതായിരുന്നു. ഈ പറഞ്ഞ ഡാക്രോൺ പാച്ചസ് ഇല്ലേ, അത് എപ്പോഴാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇൻ VSD അത് എപ്പോ യൂസ് ചെയ്യും? ആ സർജറിയുടെ പറയട്ടെ, ഫസ്റ്റ് 6 മാസമാണോ? ഫസ്റ്റ് 6 മാസമാണോ? ഇവിടെ ഫസ്റ്റ് 6 മാസമല്ലേ? ഫസ്റ്റ് 6 മാസത്തിൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് ക്ലോസ് ചെയ്യണം. ക്ലിയർ? ഇത്രയും ക്ലിയർ ആയോടെ? യെസ്. ഇനി എന്തൊക്കെയാ കോംപ്ലിക്കേഷൻ? എന്തൊക്കെയാ? ഇതെല്ലാം കഴിഞ്ഞു. ഇനി എന്തൊക്കെയാ കോംപ്ലിക്കേഷൻ? എന്തൊക്കെയായിരിക്കും? ആർക്ക് പറയാം കോംപ്ലിക്കേഷൻ? ആർക്ക് പറയാം? കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ വരാമോ? ഇവ നമ്മൾ ഒന്നും ചെയ്യില്ല. കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ വരാമോ? ഇവൻ സിംറ്റമാറ്റിക് ആയി കഴിഞ്ഞാൽ കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ വരാം. ആൻഡ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസും വരാമല്ലോ. ആൻഡ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസും രണ്ട് കാര്യം വരുന്നത്. ഇവന്റെ കോംപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ രണ്ട് കാര്യം വരും. ഏതൊക്കെയാ? കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയറും വരും, ആൻഡ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസും വരും. അപ്പൊ എല്ലാവർക്കും VSD ക്ലിയർ ആയോ? ഫസ്റ്റ് ASD പറഞ്ഞു, സെക്കൻഡ് VSD വരെ പറഞ്ഞു. ക്ലിയർ ആയോടെ? ക്ലിയർ? എല്ലാരും പറ. ശ്രദ്ധിച്ചോ? ഞാൻ ഫസ്റ്റ് ASD പറഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ പറഞ്ഞതില്ലേ? പറഞ്ഞതില്ലേ? അതുപോലെ ഈ പറഞ്ഞത് VSD പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാൻ പോവാണ്. ചറവറ ഉത്തരം പറയോ? ചറവറ ഉത്തരം പറയും. സോ എത്ര ടൈപ്പ് ഉണ്ട്? എത്ര ടൈപ്സ് ഓഫ് VSD ഉണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് VSD ഉണ്ട്? 3 എണ്ണം. എല്ലാരും പറഞ്ഞു 3 എണ്ണം. അവിടെ സെപ്റ്റത്തിലെ മസിൽ ഡിഫക്റ്റ് വന്ന വിളിക്കുന്ന പേരെന്താ?
ദ ഫസ്റ്റ് ഇൻട്രാ ഈ പറഞ്ഞ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് അസുഖം എന്ന് വിളിക്കുന്ന പേരെന്താ? എല്ലാരും പറയണം, ഞാൻ വീണ്ടും പറയത്തില്ല. മസ്കുലാർ ഡിഫക്റ്റ് അല്ലേ? മസ്കുലാർ ഡിഫക്റ്റ്. ഇല്ല, എല്ലാരും പറ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പൾമറി ദ വാൽവിന്റെ താഴെയായിട്ടൊരു ഒരു ഒരു ഡിഫക്റ്റ് എന്ന് വിളിക്കുന്ന പേരെന്താണ്? ദ പൾമറി വാൽവിന്റെ താഴെയായിട്ടൊരു ഡിഫക്റ്റ് എന്ന് വിളിക്കുകയാണ് ദ ഇൻഫെന്റിബുലാർ ഡിഫക്റ്റ് അല്ലേ? ദ ഇൻഫെന്റിബുലാർ, അല്ലെങ്കിൽ അവ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? മറ്റൊരു പേര് പറഞ്ഞേ. ദ ഇൻഫെന്റിബുലാർ ഡിഫക്റ്റ് വിളിക്കുന്ന മറ്റൊരു പേര് അനദർ നെയിം ദ സബ് പൾമറി ഡിഫക്റ്റ് എന്നും വിളിക്കാം. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഏതാ? ഇറ്റ്സ് എൻഡോകാർഡിയൽ ദ കുഷൻ അല്ലേ? ഇറ്റ്സ് എൻഡോകാർഡിയൽ ദ കുഷൻ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ അവിടത്തെ പ്രശ്നം വരുന്ന എവിടെയാ? ദ ബൈക്കസ്പിഡ് വാൽവിന്റെ താഴെയായിട്ട് റിംഗ് ഫോം ചെയ്യും അല്ലേ? ദ ബൈക്കസ്പിഡ് വാൽവിന്റെ താഴെയായിട്ട് ഒരു റിംഗ് ഫോം ചെയ്യും. യെസ്, ഇത്രയും ക്ലിയർ ആയോടെ? ഈ മൂന്ന് കിട്ടി. ഏറ്റവും ഫസ്റ്റ് വരുന്ന ദ ക്ലിനിക്കൽ ഫീച്ചർ എന്താ? ദ പാൻ സിസ്റ്റോളിക് മർമർ. കേരള PC പ്രീവിയസ് ചോദ്യമാണ്. ദ പാൻ സിസ്റ്റോളിക് മർമർ അല്ലെ? പാൻ സിസ്റ്റോളിക് അല്ലേ? ആ സിസ്റ്റോളിക് സമയത്ത് മർമർ കേൾക്കും. അതാ ശരിക്കും പറഞ്ഞത്. ഹാർട്ട് ബീറ്റ് സമയത്ത് ദ മർമർ കേൾക്കും. ആൻഡ് ദ പോർ വെയിറ്റ് ഗെയിൻ ആണോ ഓർ ദ വെയിറ്റ് ലോസ് ആണോ? ദ വെയിറ്റ് ഗെയിൻ ഓർ ദ വെയിറ്റ് ലോസ്? യെസ്. ആൻഡ് കുട്ടിയുടെ ഈ പറഞ്ഞ എക്സ്ക്രീഷൻ സമയത്ത് ദ പാൽപിറ്റേഷൻ ഉണ്ടാവില്ലയോ? ഈ പറഞ്ഞ ദ ഡിസ്നിയം പാൽപിറ്റേഷൻ അറ്റ് ദ ടൈം ഓഫ് ദ എക്സ്ക്രീഷൻ സമയത്ത് ദ ഡിസ്നിയം പാൽപിറ്റേഷൻ ഉണ്ടാവും. ഇനി ഇത്രയും ക്ലിയർ ആയല്ലോ? അടുത്ത കണ്ടീഷൻ is the patent ductus arteriosus. അടുത്ത കണ്ടീഷൻ ഏതാ? the PDA, the patent ductus arteriosus. സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ. ഉത്സാഹിച്ച് പറയുക. എന്താ ദ PDA എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ദ PDA എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവം ഉണ്ടാവുന്നത്? ദ പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവം? ഇത് പിക്ചർ നോക്കി പറഞ്ഞേ. ഈ ഒരു പിക്ചർ നോക്കി പറഞ്ഞേ. ദ പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചറിൽ എന്താ വ്യത്യാസം കാണുന്നത് നിങ്ങൾ? ആ ഫസ്റ്റും സെക്കൻഡും പിക്ചർ നോക്കിയടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആലോചിച്ച് പറയുക. ആ ഫസ്റ്റും സെക്കൻഡും ദ പിക്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾ ദ ടു ഫിംഗർ ഉപയോഗിച്ച് സൂം ചെയ്ത് നോക്കിയടേ. നന്നായി സൂം ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ രണ്ട് ഫിംഗർ ഉപയോഗിച്ച് സ്ക്രീനിൽ തൊട്ട് സൂം ചെയ്ത് നോക്കിയേ. എന്ത് വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. അതറിയുന്ന ഫസ്റ്റ് അറിയേണ്ട കാര്യം ദ ഡക്ടസ് ആർട്ടിയോരിയോസസ് എന്ന് പറഞ്ഞ എന്താ? അത് പറയുന്ന ഫസ്റ്റ് അറിയേണ്ട കാര്യം ദ ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറഞ്ഞ എന്താ? ഫസ്റ്റ് അതറിയണം. എന്താണ് ദ ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അറിയാമോ? അറിഞ്ഞുകൂടാ, ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. ശരിയാണോ? ഞാൻ മറന്നുപോയി സാർ, ഞാൻ പഠിച്ച കുറേ മാസങ്ങളായി, ഓർമ്മയില്ല. ആണോടെ? മറന്നുപോയി. ശരിയാണോ? മറന്നുപോയി ആണോ? ഞാൻ പറഞ്ഞുതരാം. ദ ഫീറ്റൽ സർക്കുലേഷനെ സംബന്ധിച്ചിടത്തോളം ദ പൾമറി ആർട്ടറി ക്യാരി ചെയ്യുന്ന ബ്ലഡ് ഏതാ? ഫീറ്റൽ സർക്കുലേഷനെ സംബന്ധിച്ചിടത്തോളം ദ പൾമറി ആർട്ടറി ക്യാരി ചെയ്യുന്ന ബ്ലഡ് ഏതാ? ഏത് ബ്ലഡാ? ഓക്സിനേറ്റഡ് ആണോ ഓർ ഡിയോക്സിനേറ്റഡ് ആണോ? ദ പൾമറി ആർട്ടറി ക്യാരി ചെയ്യുന്ന ബ്ലഡ് പറയട്ടെ. പറയണം. ഡിയോക്സിനേറ്റഡ് അല്ലേ?
സാധാരണഗതിയിൽ അല്ലേ ഡിയോക്സിനേറ്റ് അല്ലേ, തെറ്റിക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് എല്ലാം തിരിച്ചല്ലേ, ഫസ്റ്റ് എല്ലാവരും തിരിച്ചില്ലേ, ഇല്ലെന്ന് പറയരുത്. ഫീറ്റൽ സർക്കുലേഷൻ സംബന്ധിച്ചിടത്തോളം പൾമറി ആർട്ടറി ക്യാരി ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇറ്റ്സ് ഓക്സിനേറ്റഡ് അല്ലേ, അത് ഏത് ബ്ലഡ്, ഓക്സിനേറ്റഡ് ബ്ലഡ് ആണ്. അതേ സമയം എന്ത് പ്രശ്നമുണ്ടോ? ഈ ഒരു പ്രശ്നം വരുന്നത് എവിടെയായിരിക്കും? ഇവിടെ ദ പൾമറി ആർട്ടറിയും ആൻഡ് അയോട്ടയും തമ്മിലുള്ള കണക്ഷൻ വിളിക്കുന്ന പേരെന്താ? ദ പൾമറി ആർട്ടറിയും അസെൻഡിങ് അയോട്ടയും നമ്മൾ കണക്ഷൻ വിളിക്കുന്ന പേരെന്താ? ഡക്ടസ് ആർട്ടീരിയോസ് ആണോ? ആണോ അല്ലയോ? അതേ സമയം ദ പൾമറി ആർട്ടറിയും ആൻഡ് ദ അസെൻഡിങ് അയോട്ടയും തമ്മിലുള്ള കണക്ഷനെ വിളിക്കുന്ന പേര് എന്ത് പേരാ? എല്ലാരും പറയണം. പൾമറി ആർട്ടറിയും അസെൻഡിങ് അയോട്ടയും തമ്മിലുള്ള കണക്ഷനെ വിളിക്കുന്ന പേരെന്താ? ദ ഡക്ടസ് ആർട്ടീരിയോസ് അല്ലേ? നമ്മൾ പഠിക്കും, പീരിയാട്രിക് അതൊക്കെ പഠിക്കും കേട്ടോ. ആർട്ടീരിയോസ്. അപ്പൊ അത് ക്ലോസ് ആകാതെ വരുമ്പോഴുള്ള അസുഖത്തിനെ വിളിക്കുന്ന പേരെന്താ? ആ പറഞ്ഞത് സംഭവം ദ ഡക്ടസ് ആർട്ടീരിയോസിസ്, ദ ക്ലോസ് ആകാതെ വരുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താ? ഇത് PDA എന്ന് വിളിക്കാം അല്ലെ, ഇത് PDA എന്ന് വിളിക്കാം. അപ്പൊ ഒരു ചോദ്യം വരും, സാധാരണഗതിയിൽ ദ ഫങ്ഷണൽ ക്ലോഷർ എപ്പോഴാണ് നടക്കുന്നത്? ഏറ്റവും നോർമൽ ക്ലോഷർ എപ്പോഴാണ്? എപ്പോഴാ ചോദിക്കും, ആ സമയം ചോദിക്കും. ഏറ്റവും നോർമൽ ക്ലോഷർ എപ്പോഴാ? ആഫ്റ്റർ ബർത്ത് എപ്പോഴാ? ആഫ്റ്റർ ബർത്ത് എപ്പോഴാ? ഒരു 10 മുതൽ 15 മണിക്കൂറിനിടയ്ക്ക്. ആഫ്റ്റർ ബർത്ത് കഴിഞ്ഞ ശേഷം ഒരു 10 മുതൽ ഒരു 15 മണിക്കൂറിനിടയ്ക്കാണ് ദ ക്ലോസ് ചോദിക്കും കേട്ടോ. ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ദ ഫങ്ഷണൽ ക്ലോഷർ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ദ ഫങ്ഷണൽ ക്ലോഷർ കണ്ടിട്ടുണ്ടോ? എപ്പോഴാ? 10 മുതൽ 15 മണിക്കൂറിനിടയ്ക്കാണ് ക്ലോസ് ആവുന്നത്. അടുത്ത ചോദ്യം, അപ്പൊ നിങ്ങൾ അറിയിക്കേണ്ട ഫസ്റ്റ് കാര്യമുണ്ട്, ഫസ്റ്റ് അനാട്ടമിക് ക്ലോഷർ എപ്പോഴാ? അത് ചോദിക്കുമ്പോൾ അറിയേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഫസ്റ്റ് അനാട്ടമിക് അതെപ്പോഴാടെ? ഫസ്റ്റ് അനാട്ടമിക് ക്ലോഷർ എപ്പോഴാ? ഈ പറഞ്ഞ ബോഡിയിൽ അതെല്ലാം കൂടെ കറക്റ്റ് ആയിട്ട് ക്ലോഷർ എപ്പോൾ നടക്കും? ശരിക്കുമുള്ള ഫസ്റ്റ് അനാട്ടമിക് ക്ലോഷർ എപ്പോഴായിരിക്കും? എപ്പോഴും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 1 മുതൽ 3 മാസത്തിനിടയ്ക്കല്ലേ? ഫസ്റ്റ് 1 മുതൽ 3 മാസത്തിനിടയ്ക്കാണ് നമ്മുടെ ബോഡിയുടെ അനാട്ടമിക്കലായിട്ട് ക്ലോഷർ വരുന്നത് എപ്പോഴാ? ഫസ്റ്റ് 1 മുതൽ 3 മാസത്തിനിടയ്ക്കാണ് ഇത് ക്ലോസ് ആവുന്നത്. പക്ഷെ ഫങ്ഷണൽ ആയിട്ട് ദ ഫങ്ഷൻ എപ്പോ ക്ലോസ് ആവും? ആ കുട്ടി ജനിക്കുന്നു, ഫസ്റ്റ് 10 മുതൽ 15 മണിക്കൂർ ഇടയ്ക്ക് അത് ക്ലോസ് ആവും. ഇറ്റ്സ് എ ക്ലിയർ? ഇതിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ പഠിക്കുന്നത് ഫസ്റ്റ് 1 മുതൽ 3 മന്ത്സ് അല്ലേ? നിങ്ങൾ കാണുന്ന ടെക്സ്റ്റ് ബുക്ക് എല്ലാം പറയുന്ന കാര്യം അനാട്ടമിക് ക്ലോഷർ മാത്രമല്ലേ? നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കൊടുത്തിരിക്കുന്ന കാര്യമാണ് അനാട്ടമിക് ക്ലോഷർ മാത്രമേ അവിടെ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ ഫങ്ഷണൽ ക്ലോഷർ ഇവിടെ ഓർമ്മിക്കണം. കുട്ടി ജനിക്കുന്നു, ഫസ്റ്റ് 10 മുതൽ 15 മണിക്കൂറിനിടയ്ക്ക് ഫങ്ഷണൽ ക്ലോഷർ നടക്കും. ക്ലിയർ? ഇനി പറഞ്ഞ ആഫ്റ്റർ ബർത്തിന് ശേഷം ഡക്ടസ് ആർട്ടീരിയോസ് അത് എന്തായിട്ട് മാറും? അതുകൂടെ അറിയണം. ആഫ്റ്റർ ബർത്തിന് ശേഷം എന്തായി മാറും? ഡക്ടസ് ആർട്ടീരിയോസ് എന്തായിട്ട് മാറും? ലിഗമെന്റം ആർട്ടീരിയോസം ആണോ? ലിഗമെന്റം ആർട്ടീരിയോസ് അല്ലേ? കുട്ടി ജനിക്കുന്നു, ആഫ്റ്റർ ബർത്തിന് ശേഷം ഡക്ടസ് ആർട്ടീരിയോസ് എന്തായിട്ട് മാറും? ലിഗമെന്റം ആർട്ടീരിയോസ് ആയി മാറും. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? എല്ലാം ക്ലിയർ ആയോ? യെസ്. ഈ പറഞ്ഞ PDA ചോദിക്കുകയാണെങ്കിലേ PDA എപ്പോഴും ഫീമെയിൽ ആണ് കേട്ടോ വരുന്നത്. ഫീമെയിൽ കുട്ടികളിലെ പെൺകുട്ടികളാണ് എപ്പോഴും PDA ഏറ്റവും കൂടുതൽ വരാൻ ചാൻസസ് വളരെ കൂടുതലും. ആൻഡ് പ്രീ ടൈം കുട്ടികളിലെ പ്രീ ടൈം
ദ വെയിറ്റ് 1.5 kg താഴെ വരുന്ന കുട്ടികളിലും എപ്പോഴെന്താണ് ഇത് കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പറഞ്ഞ ഫീമെയിൽ കുട്ടികളിലും ആൻഡ് ദ വെയിറ്റ് ഇസ് 1.5 താഴെയാണെങ്കിലുമാണ് കാണുന്നത്. ഇനി ഇവയുടെ ഈ പറഞ്ഞ ക്ലിനിക്കൽ ഫീച്ചർ എന്തൊക്കെയാ? ദ പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിന്റെ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? തൊട്ട് മുമ്പേ പറഞ്ഞ മർമറിന്റെ പേരെന്താ? ഇൻ ദ VSD പറഞ്ഞ മർമറിന്റെ പേരെന്താ? ഇൻ ദ VSD പറഞ്ഞ മർമറിന്റെ പേരെന്താ? എല്ലാവരും പറയണം. ഇൻ ദ VSD വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റിൽ പറഞ്ഞത് മർമറിന്റെ പേരെന്താ? എല്ലാവരും ദ പാൻ സിസ്റ്റോളിക് അല്ലേ? ദ പാൻ സിസ്റ്റോളിക് അല്ലേ? ദ പാൻ സിസ്റ്റോളിക് അല്ലേ? ദ പാൻ സിസ്റ്റോളിക് അല്ലേ? ആണ്. സോ ഇവിടെ വരുമ്പോൾ കാണപ്പെടുന്നത് മർമറിന്റെ പേരെന്താ? ചോദിക്കും. ദ മെഷീനറി മർമർ ചോദിക്കും. ഇവിടെ വരുമ്പോൾ ദ പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിൽ കാണപ്പെടുന്നത് മർമറിന്റെ അവിടുത്തെ പേര് ചോദിച്ചാൽ എന്തെഴുതും? ദ മെഷീനറി മർമർ. ഓക്കെ ഓക്കെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലഡ് അയോട്ടിൽ നിന്ന് പമ്പ് ചെയ്യത്തില്ലേ, മെഷീൻ ചലിക്കത്തില്ലേ, അതുപോലെ സൗണ്ട് ചെയ്യും കേട്ടോ. ഈ പറഞ്ഞ ബ്ലഡ് ഇല്ലേ, ഇത് അയോട്ട് ചെയ്ത് പമ്പ് ചെയ്ത് പോകുമ്പോഴേ മെഷീന്റെ സൗണ്ട് ഇല്ലേ, അതുപോലെ കേട്ട് ഇരിക്കും. ആ ഒരു മർമറിന്റെ സൗണ്ട് എപ്പോഴും കേൾക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ രണ്ട് മർമറിന്റെ പേര് ഓർമ്മിക്കുമല്ലോ? ഓർമ്മിക്കോ? ദ പാൻ സിസ്റ്റോളിക് മർമർ കാണപ്പെടുന്ന എവിടെയും ചോദിച്ചാൽ എഴുതും. ദ പാൻ സിസ്റ്റോളിക് മർമർ കാണപ്പെടുന്ന എവിടെയും ചോദിച്ചാൽ ഇൻ ദ VSD. ആൻഡ് ദ മെഷീനറി മർമർ കാണപ്പെടുന്ന എവിടെയും ചോദിച്ചാൽ ഇൻ ദ PDA. അല്ല PDA. ഇനി ഇവിടുത്തെ പൾസ് എങ്ങനെയായിരിക്കും? നല്ല ദ വൈഡ് പൾസ് ആയിരിക്കും അല്ലേ? ദ പൾസ് പ്രഷർ നല്ല ദ വൈഡസ്റ്റ് പൾസ് പ്രഷർ ആയിരിക്കും അല്ലേ? അല്ലേ? സംഭവം എന്താ? ദ വൈഡന്റ് പൾസ് പ്രഷർ എന്ന് പറഞ്ഞതായിരിക്കും. ആരെവിടെയും കേട്ടിട്ടുണ്ടോ ദ വൈഡന്റ് പൾസ് പ്രഷർ എന്ന് കേൾക്കുമ്പോ? ആ സിസ്റ്റോളിക്കിന്റെ ആൻഡ് ദ ഡയസ്റ്റോളിക്കിന്റെ ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കും. ആണോ? സിസ്റ്റോളിക്കിന്റെയും ഡയസ്റ്റോളിക്കിന്റെയും ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കും അല്ലേ? സിസ്റ്റോളിക്കും കൂടുതലായിരിക്കും ആൻഡ് ഡയസ്റ്റോളിക്കിന്റെ ഇടയിൽ വരുന്ന സമയം വളരെ കൂടുതലായി കഴിഞ്ഞാൽ ഇത് വൈഡന്റ് പൾസ് പ്രഷർ എന്ന് വിളിക്കാം. ഇനി ഇതുപോലെ കാണപ്പെടുന്ന വേറൊരുണ്ട്, ദ ബൗണ്ടിങ് പൾസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ദ ബൗണ്ടിങ് പൾസ് അത് സംഭവം ആർക്ക് പറയാം? പറഞ്ഞിട്ട് പോയാൽ മതി, സമയമുണ്ട്. ആർക്ക് പറയാം? പറയണം, ഫണ്ടമെന്റ് പഠിക്കും. ആർക്ക് പറയാം? ഇസ് ദ ബൗണ്ടിങ് പൾസ് എന്ന് പറഞ്ഞ എന്താ? ആർക്ക് പറയാം? അത് ശരിക്കും എപ്പോ കേൾക്കും? ഇസ് ദ ഫ്ലൂയിഡ് ഓവർലോഡ് ആകുമ്പോഴാണോ? ആലോചിച്ച് പറയുക. ശരിക്കും ഈ പറഞ്ഞ ദ ഫ്ലൂയിഡ് ഓവർലോഡ് ആകുമ്പോഴാണോ? ആണോ? ദ ബൗണ്ടിങ് പൾസ് കേൾക്ക് ശരിക്കും ഇസ് ദ ഫ്ലൂയിഡ് ഓവർലോഡ് ആകുമ്പോഴാണോ? ആണ്. സോ അത് കാണുന്ന എവിടെയാ? ഇവിടെയാണ് അത് കാണുന്നത്. ഒരു 5 മിനിറ്റത്തേക്ക് ഇതിനെ മറക്കുക. എന്താ പൾസിന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു 5 മിനിറ്റത്തേക്ക് ഞാൻ ഇത്രയും സമയം പഠിച്ചുകൊണ്ടിരുന്ന കാര്യം അങ്ങോട്ട് കളയുക. പൾസിന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, യെസ് ഓർ നോ? നിങ്ങൾക്ക് വേണ്ടിയാ. 5 മിനിറ്റ് പൾസിന് കുറച്ച് കാര്യം ചോദിക്കട്ടെ. ഇവിടെ ബൗണ്ടിങ് പൾസ് എത്തിയപ്പോൾ എനിക്ക് തോന്നി ഈ പറഞ്ഞ പൾസിൽ നിന്ന് ടൈപ്സ് ഓഫ് പൾസ് എന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്കിൽ പറഞ്ഞേ, ഇൻസ്പിറേഷൻ സമയത്ത് പൾസ് വീക്ക് ആയാൽ വിളിക്കുന്ന പേരെന്താ? നല്ല ഇൻസ്പിറേഷൻ സമയത്ത് പൾസ് വീക്ക് ആയാൽ വിളിക്കുന്ന പേരെന്താ? അത് എന്ത് ടൈപ്പ് പൾസാ? ഡ്യൂറിങ് ഇൻസ്പിറേഷൻ സമയത്ത് പൾസ് വീക്ക് ആയാൽ ആ ടൈപ്പിൽ വിളിക്കുന്ന പേര് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു.
ദ പാരഡോക്സിക് പൾസ് കണ്ടുപിടിക്കുന്നത്. ദ പാരഡോക്സിക്കൽ പൾസ്. ദ പാരഡോക്സിക്കൽ പൾസ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എല്ലാവരും എടാ ഞാനൊരു ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ അതിനിടയിൽ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ചെറു പറയണം. ഇപ്പൊ നല്ല ഇൻസ്പിറേഷൻ സമയത്ത് ഈ പറഞ്ഞ എന്താ പൾസ് വീക്കായാൽ വിളിക്കുന്ന പേര് ചോദിച്ചാൽ എന്താ എഴുതും? കേട്ടിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പൾസിൽ നിന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആദ്യം നല്ല സ്ട്രോങ് പൾസ് ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് ആ പൾസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ടൈപ്പാ? ആദ്യം നല്ല സ്ട്രോങ് പൾസ് ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് ആ പൾസ് കിട്ടിയില്ലെങ്കിൽ അവനെ വിളിക്കുന്ന പേരെന്താ? കേരള PC പ്രീവിയസ് ചോദ്യം. ഇറ്റ് ഈസ് ദ കൊളാപ്സിംഗ് പൾസ്, അല്ലെങ്കിൽ വേറെ പേരെന്താ? ദ വാട്ടർ ഹാമർ പൾസ്. ചോദ്യം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും? ദ വാട്ടർ ഹാമർ പൾസ്. വാട്ടർ ഹാമർ പൾസ്. ഉണ്ട്. ഇനി ഒരു പേരുടെ ഉണ്ട്, ദ കോറിഗൻ പൾസ് അല്ലേ? അവന് ദ കോറിഗൻ പൾസ് എന്ന് വിളിക്കാറുണ്ട്. ദ വാട്ടർ ഹാമർ പൾസ് അല്ലെങ്കിൽ ദ കോറിഗൻ പൾസ് അല്ലെങ്കിൽ ദ കൊളാപ്സിംഗ് പൾസ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? ആദ്യം നല്ല സ്ട്രോങ് പൾസ് ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് പൾസ് കിട്ടുന്നില്ല, അല്ലേ? പെട്ടെന്ന് എന്ത് ചെയ്യും? പൾസ് കിട്ടാതായാൽ എന്ത് വിളിക്കാം? വാട്ടർ ഹാമർ അല്ലെങ്കിൽ ദ കൊളാപ്സിംഗ് അല്ലെങ്കിൽ ദ കോറിഗൻ എന്ന് വിളിക്കാം. അത്രയും കിട്ടിയോ? കിട്ടിയോടെ? യെസ്. ഈ പറഞ്ഞത് കൊളാപ്സിംഗ് പൾസ് എവിടെ കാണുമെന്ന് അറിയാമോ? അയോട്ടിക് റീഗർജിറ്റേഷൻ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അയോട്ടിക് റീഗർജിറ്റേഷൻ കേട്ടിട്ടുണ്ടോ? അയോട്ടിക് റീഗർജിറ്റേഷൻ അങ്ങനെയുള്ള പേഷ്യൻസിൽ കാണപ്പെടുന്ന പൾസ് ആണ്. അങ്ങനെയുള്ള പേഷ്യൻസിൽ കാണപ്പെടുന്ന പൾസ് വെച്ച് എന്ത് എഴുതും? അയോട്ടിക് റീഗർജിറ്റേഷൻ ഉള്ള പേഷ്യന്റിൽ കാണപ്പെടുന്ന ദ ടൈപ്പ് ഓഫ് പൾസ് വെച്ച് എന്ത് എഴുതും? പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഞാൻ എന്ത് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരിക്കും അത് പറയുന്നത്. ചോദിച്ച ചോദ്യമായിരുന്നു. അയോട്ടിക് റീഗർജിറ്റേഷനിൽ കാണപ്പെടുന്ന ദ ടൈപ്പ് ഓഫ് പൾസ് ചോദിച്ചാൽ ഒന്നുകിൽ വാട്ടർ ഹാമർ, അല്ലെങ്കിൽ കോറിഗോൺ, അല്ലെങ്കിൽ കൊളാപ്സിംഗ്. ഇത് ഓർമ്മിക്കൂ. ആൻഡ് ദ ബൗണ്ടിങ് പൾസ് കാണപ്പെടുന്ന എപ്പോഴെവിടെയാ? ചോദ്യം അതുകൂടെ ഓർമ്മിക്കണം. ആൻഡ് ദ ബൗണ്ടിങ് പൾസ് കാണപ്പെടുന്ന എവിടെയാ? ASD ആണോ, or the VSD ആണോ, or the patent ductus arteriosus ആണോ? ബൗണ്ടിങ് പൾസ് PDA അല്ലേ? നീ കാര്യം മറക്കോ? അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പൾസിലോട്ട് പോയാൽ മനസ്സിലായോ? ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാൻ വേണ്ടിയാണ്. ദ കോറിഗൻ പൾസ് അല്ലെങ്കിൽ വാട്ടർ ഹാമർ പൾസ് അല്ലെങ്കിൽ ദ കൊളാപ്സിംഗ് പൾസ് കാണപ്പെടുന്ന എവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറക്കരുത്. ക്ലിയർ? ഈ ഒരു ചോദ്യങ്ങൾ പറഞ്ഞു തരട്ടെ. സാധാരണയായിട്ടുള്ള ദ ഹാർട്ട് ബ്ലോക്കിൽ കാണപ്പെടുന്ന പൾസ് ഏതാ? ഇപ്പൊ ഒരു പേഷ്യന്റ് ഈ പറഞ്ഞ ദ ഹാർട്ട് ബ്ലോക്ക് വരുന്നില്ലേ, അവിടെ കാണപ്പെടുന്ന പൾസ് ഏതായിരിക്കും? ഒരു പേഷ്യന്റിന്, സാധാരണ ഒരു പേഷ്യന്റ് ഈ പറഞ്ഞ ദ ഹാർട്ട് ബ്ലോക്ക് വരുമ്പോൾ അവിടെ കാണുന്ന പൾസ് ആയിരിക്കും. ആരെങ്കിലും ഇന്റർമീഡിയറ്റ് പൾസ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഇറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് പൾസ് കേട്ടിട്ടുണ്ടോ? ഏറ്റവും ദ നോർമൽ പൾസിൽ ഇടയ്ക്ക് ഒരു പൾസ് മിസ്സായി പോകുന്നതാണോ? ഏറ്റവും നോർമൽ പൾസസിന്റെ ഇടയിൽ ഒരു പൾസ് മിസ്സായി പോകുന്നതാണോ ഇന്റർമിറ്റന്റ് എന്ന് പറയുന്നത്? ആണോ? ആണ്. സോ ദ ഇന്റർമീഡിയറ്റ് പൾസ് എവിടെ കാണും? ദ ഹാർട്ട് ബ്ലോക്കിൽ കാണും. ചോദ്യം അതാണ്. ഇന്റർമിറ്റന്റ് പൾസ് കാണപ്പെടുന്നത് എവിടെയാ? ദ ഹാർട്ട് ബ്ലോക്കിൽ കാണും. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ബൗണ്ടിങ് പൾസ് എവിടെ കാണും? ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ബൗണ്ടിങ് പൾസ് എവിടെ കാണും? ബൗണ്ടിങ്, ദ PDA. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, ദ വാട്ടർ ഹാമർ പൾസ് എവിടെ കാണും? ദ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ടർ ഹാമർ പൾസ് എവിടെ കാണും? അയോട്ടിക് റീഗർജിറ്റേഷൻ. കണക്ട് ചെയ്ത് പഠിച്ചു എല്ലാവരും. ഞാൻ ഇവിടെ ഒരു കാര്യം വന്നു, അതുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു. ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ഇവിടെ ഒരു കാര്യം വന്നു, പൾസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട 2-3 കാര്യം കൂടെ അവിടെ പറഞ്ഞു തന്നു. ജസ്റ്റ് ഓർമ്മിച്ചു വെക്കുക, ചോദിച്ചാൽ എഴുതണം.
എഴുതോ 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 എല്ലാവരും എഴുതോടെ എഴുതോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെ ഒരു ടോപ്പിക് പഠിപ്പിക്കുമ്പോഴേ, ഇവിടെ ഒരു ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ വന്നാൽ ഞാൻ അപ്പൊ സ്പോട്ടിൽ പറഞ്ഞു തരും, അല്ലാതെ പിന്നത്തെ പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. എപ്പോഴും ഒരു പൾസ് ഇടയ്ക്ക് കയറി വരുന്ന കാര്യം പറഞ്ഞു. നോർമൽ പൾസിന്റെ ഇടയ്ക്ക് ഒരു പൾസ് കയറി ഒന്ന് വിളിക്കാം. ഏറ്റവും നോർമൽ പൾസിന്റെ ഇടയ്ക്ക് ഒരു പൾസ് ഇടയ്ക്ക് കയറി വന്ന് വിളിക്കാം. ഫസ്റ്റ് ഏർലി ആയിട്ട് കയറിയുന്ന ഫസ്റ്റ് ഏർലി ആയിട്ട് ഒരു ബീറ്റ് കയറി എന്ത് വിളിക്കാം? ഫസ്റ്റ് ഏർലി ഒരു ബീറ്റ് കയറി വന്നാൽ എന്ത് വിളിക്കാം? ഫസ്റ്റ് ഏർലി ആയിട്ട് ഒരു ബീറ്റ് കയറി വന്ന് വിളിക്കുകയാണ്. ആർക്ക് പറയാം? ഇത് ബൈജമിലാണോ? ഇത് ബൈജമിലാണോ? എ ബീറ്റ് കംസ് ഏർലി, എ ബീറ്റ് കംസ് ഏർലി ആണെങ്കിൽ ബൈജമിലല്ലേ? ഇത് ബൈജമിലല്ലേ? അല്ലേ? അല്ലേ? ആണ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഡിയൽ പൾസിന്റെയും ആൻഡ് എപ്പിക്കൽ പൾസിന്റെയും ദ ഡിഫറൻസിനെ വിളിക്കുന്ന പേരെന്താ? ദ റേഡിയൽ പൾസിന്റെയും ആൻഡ് എപ്പിക്കൽ പൾസിന്റെയും ദ ഡിഫറൻസിനെ വിളിക്കുന്ന പേരെന്താ? ദ റേഡിയൽ പൾസിന്റെയും ആൻഡ് എപ്പിക്കൽ പൾസിന്റെയും ഡിഫറൻസിനെ വിളിക്കുന്ന പേരെന്താ? ദ പൾസ് ഡെഫിസിറ്റ് എന്ന് വിളിക്കാം, അല്ലേ? ദ പൾസ് ഡെഫിസിറ്റ് എന്ന് വിളിക്കാം. സോ ദ പൾസുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻ കൂടെ കിട്ടിയോടെ. പൾസുമായി ബന്ധപ്പെട്ട കിട്ടിയ ക്ലിയർ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ. സോ ഇനി ഇവിടെ വേറെ എന്തൊക്കെയുണ്ട്? ഇവിടത്തെ വേറെ ക്ലിനിക്കൽ ഫീച്ചർ എന്തൊക്കെയുണ്ട്? ഇവിടൊക്കെ വേറെ എന്തൊക്കെയുണ്ട്? ബൗണ്ടിങ് പൾസ് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ? പൾസ് നമുക്ക് നെക്കിൽ ഫീൽ ചെയ്യാൻ പറ്റുമോ? പൾസേഷൻ നെക്കിൽ ഫീൽ ചെയ്യാൻ പറ്റൂടെ? പറ്റൂലേ? പറ്റും. പിന്നെന്തൊക്കെ ഉണ്ടാകും? ടക്കിക്കാർഡിയ ആൻഡ് ടക്കിപ്നിയ അതെല്ലാം ഉണ്ടാകാം. വേറെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം ഉണ്ടാവും. ആർക്ക് പറയാം? ഒരു കാര്യമുണ്ട്. ദ മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദ പാറ്റേൺ ഡക്ടസ് ആർട്ടീരിയോസിന്റെ ദ മാനേജ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇൻഡോമെത്തസിൻ ആണോടെ? കണ്ടിട്ടുണ്ടോ? ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഇൻഡോമെത്തസിൻ ക്വസ്റ്റ്യൻ കേരള PC പ്രീവിയസ് ചോദ്യമാണ്. ദ മാനേജ്മെന്റ് ഓഫ് ദ PD എന്താ? ഇൻഡോമെത്തസിൻ എത്ര ഗ്രാം കൊടുക്കും? ഇത് 0.1 mg പെർ kg ബോഡി വെയിറ്റ് അനുസരിച്ചാണ് എപ്പോഴും കൊടുക്കുന്നത്. ഈ ചോദ്യം പല പ്രാവശ്യം പല എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഡോമെത്തസിൻ അത് കൊടുക്കുന്ന ആർക്കാണ്? ദ പാറ്റേൺ ഡക്ടസ് ആർട്ടീരിയോസിനാണോ? ആണ്. മറക്കരുത്. ചോദിച്ചാൽ എഴുതണം. ഫംഗ്ഷൻ എന്താണ്? ചുമ്മാ കൊടുക്കുമെന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്തായിരിക്കും? സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ കൊടുക്കുന്നത് കേട്ടോ. സ്മൂത്ത് മസിൽ കൺട്രാക്ഷന് വേണ്ടി എപ്പോഴും അത് കൊടുക്കുന്നത് മറക്കരുത്. സോ ഇത് കൊടുത്തു. ഇനി എന്ത് കൊടുക്കണം? നല്ല ഹൈ ഫ്ലോ ഉള്ള ഓക്സിജൻ തെറാപ്പി കൊടുക്കണം. വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? വേറെ എന്തെങ്കിലും കൊടുക്കും? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി സർജറി എപ്പോ ചെയ്യും? ഫസ്റ്റ് 6 മാസമാണ്, ഫസ്റ്റ് 2 വയസ്സാണ് എപ്പോഴാണ് ചെയ്യുന്നത്? സർജറി എപ്പോ ചെയ്യുന്നത്? സർജറി എപ്പോ ചെയ്യും? ഫസ്റ്റ് 6 മാസമല്ലേ? ഫസ്റ്റ് 6 മാസം ആകുമ്പോൾ സർജറിയും ചെയ്യും. ഫസ്റ്റ് 6 മാസം ആകുമ്പോൾ സർജറി ചെയ്യും. സോ അത്രയുമാണ് ദ PDA എന്ന് പറയുന്നത്. ഇസ് ക്ലിയർ? എല്ലാവരും ദ PDA കിട്ടിയോ? എല്ലാവരും ദ PDA കിട്ടോ? കിട്ടിയോ? ക്ലിയർ? ഇനി വേറെ കണ്ടീഷൻ ഉണ്ടോ? ഇനി ഇതിനകത്ത് വേറെ കണ്ടീഷൻ ഉണ്ടോ? ദ കൊയാട്ടേഷൻ ഓഫ് അയോട്ട വരുന്ന എവിടെയാ? ഇതിനകത്ത് വരുന്നതാണോ? ഇതിനകത്ത് വരുന്നതാണോ? പറഞ്ഞേ. ആ സൈനോട്ടിക് ആണോ ഏസൈനോട്ടിക് ആണോ? ദ കൊയാട്ടേഷൻ ഓഫ് അയോട്ട
സൈനോട്ടിക് ഡിസീസ് അല്ലേ, സോ അതും കൂടെ വരത്തില്ലേ, സൈനോട്ടിക്കിനകത്ത് അതും വരത്തില്ലേ, സോ നോക്കാം, അത് കൂടെ നോക്കാം. ഇപ്പൊ തീരം ദ കൊയാറ്റേഷൻ ഓഫ് അയോട്ട എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? സംഭവം എന്തായിരിക്കും? എന്തായിരിക്കും അവിടുത്തെ പേരിന്റെ മീനിങ് എന്താ? ആ ഒരു പേരിന്റെ മീനിങ് എന്താ? എന്തായിരിക്കും ഇവിടെ ദ കൊയാറ്റേഷന്റെ മീനിങ് എന്താ? ദ നാരോയിങ് അല്ലേ? ദ കൊയാറ്റേഷന്റെ മീനിങ് എന്താ? ഇറ്റ്സ് ദ നാരോയിങ് എന്ന മീനിങ്. ദ നാരോയിങ് എവിടെ വരുന്നത്? അയോട്ടയിലാണോ? 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 ആണ്. അയോട്ടയല്ലേ? അല്ല അല്ലേ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ദ ഡക്ടസ് ആർട്ടീരിയോസിന്റെ അടുത്തായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഡക്ടസ് ആർട്ടീരിയോസിന്റെ അടുത്തായിട്ട് ഒരു ലോക്കലൈസ്ഡ് നാരോയിങ് വരുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താ? ശരിക്കും പറഞ്ഞാൽ ഡക്ടസ് ആർട്ടീരിയോസിന്റെ അടുത്തായിട്ട് ഒരു ലോക്കലൈസ്ഡ് നാരോയിങ് വന്നാൽ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ആ, ദ കൊയാറ്റേഷൻ ഓഫ് അയോട്ട അല്ലേ? അല്ലേ അല്ല അല്ലേ? ആ, ആയോട്ടെ. ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടെ ഈ പറഞ്ഞ കൊയാറ്റേഷൻ ഓഫ് അയോട്ട സംഭവിക്കും, അത് സംഭവിക്കൂടെ? ആലോചിച്ച് പറഞ്ഞേ. ആ ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ബോഡിയിൽ എന്ത് സംഭവിക്കാം? എന്ത് സംഭവിക്കൂടെ? അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ ഈ പറഞ്ഞ ബ്ലഡ് പ്രഷർ കൂടെ കുറയോ? ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ ദ ബ്ലഡ് പ്രഷർ കൂടുമോ കുറയോ? ഏറ്റവും മുകൾ ഭാഗത്ത് പറയണം. ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നല്ല പ്രഷർ കൂടോ കുറയോ? ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ ദ പ്രഷർ കൂടുകയും ആൻഡ് ദ ലോവർ പാർട്ടിൽ ദ പ്രഷർ നല്ല കുറവുമായിരിക്കും ഇവിടെ. ആലോചിച്ച് പറയുക. ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ ഈ പറഞ്ഞ പ്രഷർ നല്ല കൂടുതലും ആൻഡ് ദ ലോവർ പാർട്ടിൽ ദ പ്രഷർ നല്ല കുറവായിരിക്കും അല്ലേ? അതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. സോ അതാണ് ദ കൊയാറ്റേഷൻ ഓഫ് അയോട്ട എന്ന് പറയുന്നത്. ഇനി വേറെ കണ്ടീഷൻ ഉണ്ടോ? ഇനി വേറെ കണ്ടീഷൻ ഉണ്ടോ? ഇനി വേറെ കണ്ടീഷൻ ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടേ. ഈ പറഞ്ഞ കൊയാറ്റേഷൻ ഓഫ് അയോട്ട എടുത്തില്ലേ, ആ സമയത്ത് ഈ പറഞ്ഞ ബ്ലഡ് പ്രഷർ അത് കൂടെ കുറയോ? ദ കൊയാറ്റേഷൻ ഓഫ് അയോട്ട വരുന്ന സമയത്ത് ഈ പറഞ്ഞ ബി പി അത് കൂടുമോ അത് കുറയുമോ? ആലോചിച്ച് പറയുക. ചോദ്യം വരും. ഹൈപ്പോ ടെൻഷൻ അടിക്കത്തില്ലേ? ശരിയല്ലേ? ഹൈപ്പോ ടെൻഷൻ അടിക്കത്തില്ലേ? ആലോചിച്ച് പറയുക. ശരിയല്ലേ? പേഷ്യൻ നല്ല ഹൈപ്പോ ടെൻഷൻ ആവത്തില്ലേ? പേഷ്യൻ നല്ല ഹൈപ്പോ ടെൻഷൻ ആവുകയും ആൻഡ് ദ നോസ് വഴി ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ടോ? ആലോചിച്ച് പറയുക. ഈ പറഞ്ഞ ഇറ്റ്സ് അപ്പർ പാർട്ടിൽ ഈ പറഞ്ഞ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ നോസ് വഴി നല്ല ബ്ലീഡിങ് ഉണ്ടായാൽ അതിനെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് എപ്പിസ്റ്റാക്സിസ് എന്നൂടെ. ഇറ്റ്സ് എപ്പിസ്റ്റാക്സിസ് എന്നൂടെ. കാരണം എന്താ? ഇറ്റ്സ് അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി നല്ല ബ്ലഡ് പ്രഷർ കൂടി വരുമ്പോൾ ദ നോസ് വഴി ഈ പറഞ്ഞ ബ്ലഡ് എല്ലാം പുറത്തോട്ട് ചാടാൻ ചാൻസ് ഉണ്ട്. വിളിക്കുന്ന പേര് ഇറ്റ്സ് എപ്പിസ്റ്റാക്സിസും വരാം. ക്ലിയർ? ക്ലിയർ? യെസ്. ഇനി അടുത്തത് അയോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുമ്പോൾ ദ സൈനോട്ടിക് ആണോ ഓർ ഏസൈനോട്ടിക് ആണോ? അയോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുമ്പോൾ സൈനോട്ടിക് ആണോ ഏസൈനോട്ടിക് ആണോ? നമ്മൾ പഠിക്കുന്നത് എന്താ? ഇന്ന് മൊത്തം പഠിക്കുന്ന ഏതായിരിക്കും? സൈനോട്ടിക്. എന്ത് സംഭവം എന്താ? സിമ്പിൾ കാര്യം, വേറെ ഒന്നും പഠിക്കണ്ട. സിമ്പിൾ കാര്യം. ദ അയോട്ടിക് വാൽവിന് ഒരു ഒബ്സ്ട്രക്ഷനോ ഒരു നാരോയിങ്ങോ വരുന്ന കൊണ്ടല്ലേ ഉണ്ടാകുന്നത്. ശരിയല്ലേ? ഡയോട്ടിക് വാൽവിന് ഒന്നുകിൽ നാരോയിങ്ങോ അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷനോ വരുന്ന കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻ ചോദിച്ചാൽ അയോട്ടിക് സ്റ്റീനോസ് എന്ന കാര്യം ഓർമ്മിക്കണം. അതിന്റെ സർജിക്കൽ കറക്ഷനെ വിളിക്കുന്ന പേര്, അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അതിന്റെ സർജിക്കൽ കറക്ഷനെ വിളിക്കുന്ന പേര്, അതിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഏതായിരിക്കും ഇവിടെ? ഏതായിരിക്കും?
ആരെങ്കിലും എവിടെയെങ്കിലും ദ ബലൂൺ വാലുലോപ്ലാസ്റ്റി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും ദ ബലൂൺ വാലുലോപ്ലാസ്റ്റി സോ ദ സർജിക്കൽ കറക്ഷന്റെ പേര് കിട്ടിയല്ലോ, സർജിക്കൽ കറക്ഷന്റെ പേരും കിട്ടിയല്ലോ. യെസ്. സോ ഇത്രയും കണ്ടീഷൻ എവിടെ വരും? ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം വരുന്ന സ്ഥലം എവിടെയാ? സൈനോട്ടിക്കാണോ എസോട്ടിക്കാണോ? യെസ്. ക്ലിയർ ആയല്ലോ? ഇന്ന് പഠിപ്പിച്ച ക്ലിയർ ആയല്ലോ? ഇന്ന് പഠിപ്പിച്ച കാര്യം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഒരു ക്വസ്റ്റ്യൻ വെച്ച് എഴുതുമല്ലോ. യെസ്. സോ നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ എല്ലാവർക്കും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.